Okay, so a warm good evening to all. Once again, welcome back to UniPhy Physics. In our mathematical physics in the അഞ്ചാമത്തെ ദിവസമാണ്. Okay, so this will be the final lecture of mathematical physics. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് Fourier series and Fourier transforms. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീൽഡ് ആണ്. സോ നമുക്ക് അതിലേക്ക് കടക്കാം. Okay. A warm good evening to all. Once again, welcome back to UniPhy. Okay, so നമ്മൾ ആദ്യം Fourier series നമ്മൾ എന്താണെന്നുള്ളത് ആദ്യം ജസ്റ്റ് ഒരു ഐഡിയ തരാം ഞാൻ. Fourier series എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു പീരിയോഡിക് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാലും ആ ഫംഗ്ഷൻ നമുക്ക് സൈനിന്റെയും കൊസൈനിന്റെയും ഡിഫറെന്റ് ഫ്രീക്വൻസീസിന്റെ സമ്മായിട്ട് എഴുതാന്നുള്ളതാണ്. വെയിറ്റ് എ മിനിറ്റ്, ഒന്ന് മനസ്സിലായിട്ടുള്ളതെന്ന് അറിയാം. പക്ഷേ ഞാൻ ആദ്യം അവിടെ പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞല്ലോ അല്ലേ. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പീരിയോഡിക് ഫംഗ്ഷനെ കുറിച്ചാണ്. ഫൈൻ, ഓക്കെ. സോ നമ്മൾ പീരിയോഡിക് ഫംഗ്ഷൻ എന്താണെന്ന് ആദ്യം നോക്കാം. റെഡി അല്ലേ? Okay, so a periodic function is or a function is periodic of period L if f of x plus L equal to f of x. As simple as that. Okay, അത്രേ ഉള്ളൂ. അതായത് ഒരു ഫംഗ്ഷൻ ഒരു പർട്ടിക്കുലർ ഇന്റർവൽ കഴിഞ്ഞിട്ട് വീണ്ടും അതേ ഷേപ്പ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ഫംഗ്ഷൻസിനെ നമ്മൾ പീരിയോഡിക് ഫംഗ്ഷൻസ് വിളിക്കുന്നത് അല്ലേ. സോ അവിടെ നമ്മൾ ഇവിടെ ഈ f of x എന്ന് പറയുന്നത് ഈ x എന്താണ് ഇൻ ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ f. Okay, x എന്നുള്ളത് ഫംഗ്ഷൻ. ഇനി നമുക്ക് the smallest positive value of L that is called L smallest, അതായത് അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ L ന്റെ വാല്യൂ അതിനെയാണ് നമ്മൾ ആ ഫംഗ്ഷന്റെ പീരിയഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ അതിന് കുറച്ച് എക്സാമ്പിൾസ് എന്താ നോക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പീരിയോഡിക് ഫംഗ്ഷൻ ഏതാണ്? sin x and cos x അല്ലേ. sin x ഉം cos x എന്താണ് നമുക്കറിയാം, പീരിയോഡിക് ഫംഗ്ഷൻസ് ആണ്. സോ പീരിയോഡിക് ഫംഗ്ഷൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ എക്സാമ്പിൾസ് എന്നാണ് sin x ഉം cos x ഉം. സോ നമുക്ക് sin x ഉം cos x ഉം ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കിയാൽ എന്താണ്ടാവും നോക്കൂ, നമുക്ക് ഇങ്ങനെ വരും. സോ ദിസ് ഫംഗ്ഷൻ ഈസ് ജസ്റ്റ് ലൈക്ക് ഈ ഫസ്റ്റ് പീരിയഡിൽ എന്താണോ അതേപോലെ തന്നെയാണ് അത് സെക്കൻഡ് പീരിയഡിലും വരുന്നത്. ഇത്തരം ഫംഗ്ഷൻസിനെ നമ്മൾ എന്താ പറയാ, പീരിയോഡിക് ഫംഗ്ഷൻസ് എന്ന് പറയാം. സോ ഈ പീരിയോഡിക് ഫംഗ്ഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈനിന്റെയും ഏതൊരു പീരിയഡ്, ഇപ്പൊ നമ്മൾ സൈൻ ആണ് എഴുതിയത്, പക്ഷേ നമുക്ക് ഏതൊരു പീരിയോഡിക് ഫംഗ്ഷൻ, ഫോർ എക്സാമ്പിൾ സ്ക്വയർ വേവ്. ഓക്കെ, ഒരു സ്ക്വയർ വേവ് എങ്ങനെ വരാം? ഫോർ ലൈക്ക് ദിസ് നോക്കൂ, നമുക്കൊരു സ്ക്വയർ വേവ് ഇങ്ങനെ വരാം. സോ ഇങ്ങനെ വരുന്ന ഫംഗ്ഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പീരിയോഡിക് ഫംഗ്ഷൻസ്, അതായത് സൈനിന്റെയും കൊസൈനിന്റെയും ഡിഫറെന്റ് ഫ്രീക്വൻസീസിന് സമ്മായിട്ട് എഴുതാൻ പറ്റും. സോ ദാറ്റ് മേ ബി എ ലിറ്റിൽ ബിറ്റ് ട്രിക്കിയർ അല്ലെ. എങ്ങനെയായിരിക്കും നമുക്ക് സ്ക്വയർ വേവ്, സൈനും കോസും എപ്പോഴും എന്താണ് സ്മൂത്ത് ആയിട്ട് കേർവ്ഡ് ആണ്. ഇത് നമുക്ക് ഇങ്ങനെ ഒരു സ്ക്വയർ വേവ് ഫോം ചെയ്യാൻ പറ്റുന്ന പലർക്കും സംശയം വരും അല്ലെ. നിങ്ങൾ പല ആനിമേഷൻസും കണ്ടിട്ടുണ്ടാവും. നമുക്ക് ഇത് സൈനിന്റെയും കോസിന്റെയും പീരിയഡ് ഫ്രീക്വൻസീസ് ഒരുമിച്ച് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് സ്ക്വയർ വേവ്സ് ഫോം ചെയ്യുന്ന പല ആനിമേഷൻസ് ഉണ്ട്. നമുക്ക് അതെല്ലാം ഓൺലൈൻ അവൈലബിൾ ആണ്. സോ ഇതുപോലെ ഏതൊരു ഫംഗ്ഷൻ എടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു ഫംഗ്ഷൻ അല്ല ഏതൊരു പീരിയോഡിക് ഫംഗ്ഷനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈനിന്റെയും കോസിന്റെയും വേരിയസ് ഫ്രീക്വൻസീസിനെ സമ്മായിട്ട് എഴുതാൻ പറ്റും. സോ ദിസ് ഈസ് ദി ഐഡിയ ഓഫ് Fourier അനാലിസിസ് ഓർ Fourier സീരീസ്. ഓക്കെ, നൗ നമുക്ക് കുറച്ച് സിമ്പിൾ എക്സാമ്പിൾസ് നോക്കാം. എന്താണ് പീരിയഡ്, ഒരു പീരിയഡ് എന്നുള്ളത് കറക്റ്റ് നമുക്ക് ഒരു ഐഡിയ കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? ദ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കൂ, sin 2x. നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് sin 2x. നമ്മൾ നേരെ sin x പറഞ്ഞു. sin x ന്റെ പീരിയഡ് എല്ലാവർക്കും അറിയാം, പൈ ആണ് അല്ലെ, 2π ആണ് അല്ലെ. അതായത് 2π കഴിഞ്ഞ് കഴിഞ്ഞാൽ sin x plus 2π എന്താണ്, വീണ്ടും sin x തന്നെയാണ് അല്ലെ. അത് 2πക്ക് ശേഷം നമ്മൾ വീണ്ടും സൈൻ ഫംഗ്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ അത് സൈൻ 0 എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക 2πക്ക് ശേഷവും വരിക. അപ്പൊ ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എന്താണ്, sin 2x ന്റെ പീരിയഡ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ sin 2x എത്ര ഏത് ഇന്റർവെല്ലിലാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് ഒരു സിമ്പിൾ മെത്തേഡ് നമുക്ക് കണ്ടുപിടിക്കാം. നോക്കൂ, ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു പീരിയഡിക് ഫംഗ്ഷനെയും ഏതൊരു ട്രിഗണോമെട്രിക് ഫംഗ്ഷനെയും. ഓക്കെ, നമുക്ക് ഇവിടെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്നുള്ളത് sin x ആണ്. ഓക്കെ, അപ്പം നമുക്കറിയാം sin x plus 2π എന്താണ്, sin x plus 2π ഈസ് ഓൾവേസ് sin x. ശരിയല്ലേ? അതായത് ഇവിടെ വാട്ട് എവർ ദ ആർഗ്യുമെന്റ് ഓഫ് സൈൻ ഇറ്റ് റിപ്പീറ്റ്സ് ആഫ്റ്റർ 2π. ഓക്കെ, 2π കൂടെ ആഡ് ചെയ്താൽ അത് റിപ്പീറ്റ് ചെയ്യും. സോ ഇവിടെ നമുക്ക് എന്താ ഉള്ളത്, ഇവിടെ നമുക്ക് sin 2x ആണ്. അപ്പോൾ ആർഗ്യുമെന്റ് ആയിട്ടുള്ളത് 2x ആണ്. സോ sin 2x അതിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, 2π കൂടെ ആഡ് ചെയ്യാണ്. this should be same as sin 2x. ഇതെന്താണ്, sin 2x നെ പോലെ തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പോ നമുക്ക് എങ്ങനെ എഴുതാം, sin 2x plus 2π equal to sin 2x ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, this is equal to sin 2, ഇവിടെ 2 ഇങ്ങോട്ട് കോമൺ ആക്കി എടുത്താൽ എഴുതാം sin 2 into x plus π എന്ന് എഴുതാം. മനസ്സിലായോ? അപ്പൊ നോക്കൂ, x plus π ആകുമ്പോഴാണ് ഈ ഫംഗ്ഷൻ എന്താവുന്നത്, റിപ്പീറ്റ് ആവുന്നത്. x plus π ആകുമ്പോൾ
നമുക്ക് നേരത്തെ sin 2x കിട്ടി. സോ sin 2x ൽ നിന്ന് sin 2 into x plus pi ആവുമ്പോഴാണ് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ x ന്റെ കൂടെ എത്ര ആഡ് ചെയ്ത് pi ആണ് ആഡ് ചെയ്തത്. സോ വാട്ട് ഇസ് ദ പീരിയഡ് pi. ദിസ് ഇസ് പീരിയഡ് sin 2x ന്റെ പീരിയഡ് എന്താണ് pi ആണ്. ഓക്കെ, അപ്പം sin x ന്റെ പീരിയഡ് നമ്മൾ ഓൾറെഡി കണ്ടു 2pi ആണ്. sin 2x ന്റെ പീരിയഡ് pi ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ പീരിയഡ് ഓഫ് sin 4x? sin 4x ന്റെ പീരിയഡ് എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് 4x plus 2pi എഴുതിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? സോ pi by 2 will be the period of sin 4x. സോ അങ്ങനെ ഹയർ ആർഗ്യുമെന്റ്സിലേക്ക് പോകുന്നതോറും നമുക്ക് പീരിയഡ് കുറഞ്ഞു വരും. ഓക്കെ, നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. sin square x, ഇത് അത്ര സിമ്പിൾ അല്ല അല്ലെ? നിങ്ങൾക്ക് കാണുമ്പോൾ sin 2x sin 3x ഒക്കെ പറയുമ്പോൾ ആർഗ്യുമെന്റ് നോക്കിയാൽ മതി. പക്ഷെ sin square x നമുക്ക് എങ്ങനെ പീരിയഡ് കണ്ടുപിടിക്കാൻ പറ്റും? ഓക്കെ, ഇവിടെയാണ് നിങ്ങൾ മാത്തമാറ്റിക്സിൽ നിങ്ങൾ ട്രിഗ്നോമെട്രിയിൽ നിങ്ങൾ ട്രിക്സ് എല്ലാം അപ്ലൈ ചെയ്യേണ്ടത്. നോക്കൂ, നമുക്ക് sin സ്ക്വയർ എന്നുള്ളതിന് എങ്ങനെ കൺവേർട്ട് ചെയ്യണം? വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻടു നിങ്ങൾക്കറിയാം 1 plus or 1 minus cos 2x by 2 അല്ലെ? നമുക്ക് അറിയുന്നതാണ്. സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? sin square x നമുക്ക് എങ്ങനെ എഴുതാം? 1 minus cos 2x by 2. സോറി, ഇവിടെ cos 2pi അല്ല, cos 2x ആണ് കേട്ടോ. സോറി. ഓക്കെ, സോ 1 minus cos 2pi by 2 ആണ് ഇത് sin square x എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യാം? ഈ ഫംഗ്ഷൻ sin square x നമുക്ക് രണ്ട് പീരിയോഡിക് ഫംഗ്ഷന്റെ സം ആയിട്ട് എഴുതാം. അത് ഒന്ന് ഹാഫ് അല്ലെ, രണ്ടാമത്തത് മൈനസ് ഹാഫ് cos 2x അല്ലെ? അപ്പൊ നോക്കൂ, ഈ ഹാഫ് എന്താണ്? ഹാഫ് ഈസ് എ കോൺസ്റ്റന്റ് അല്ലെ? അത് എപ്പോഴും കോസിന്റെ വാല്യൂ, cos 2x ന്റെ വാല്യൂ എത്രയായാലും അതിലേക്ക് ഒരു ഹാഫ് എപ്പോഴും ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഹാഫ് ഡസ് നോട്ട് ചേഞ്ച് ദ പീരിയഡ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. therefore നമുക്ക് ഈ sin square x എന്നുള്ള ഫംഗ്ഷന്റെ പീരിയഡ് കണ്ടെത്താൻ നമുക്ക് എന്ത് മാത്രം നോക്കിയാൽ മതി? cos 2x ന്റെ പീരിയഡ് എത്രയാണെന്നുള്ളത് നോക്കിയാൽ മതി. ഓക്കെ, വാട്ട് ഈസ് ദ പീരിയഡ് ഓഫ് cos 2x? cos 2x നമുക്ക് sin 2x നേരത്തെ കണ്ടു അല്ലെ? അതുപോലെ തന്നെ നമുക്ക് cos 2x കാണാം. cos 2x ന്റെ പീരിയഡ് എങ്ങനെ കാണാം? cos 2x അതിനെ നമുക്ക് എന്ത് ചെയ്യണം? cos 2x നമുക്ക് 2x അതിനെ plus 2pi ആഡ് ചെയ്യണം അല്ലെ? plus 2pi, എന്നിട്ട് ഈ 2 കോമൺ ആക്കി എടുക്കുമ്പോൾ എന്ത് വരും? cos 2 into x plus pi. സോ അഗൈൻ x എവിടേക്ക് മാറുമ്പോഴാണ്? x plus pi ആകുമ്പോഴാണ് നമുക്ക് സെയിം വാല്യൂ കിട്ടുന്നത്. സോ പീരിയഡ് എത്രയാണ്? pi ആണ് പീരിയഡ്. ഓക്കെ, സോ ദിസ് ഇസ് ദി ഐഡിയ ഓഫ് ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു സിമ്പിൾ, ഇപ്പൊ നമുക്ക് ഒരു കോൺസ്റ്റന്റ് ആണ് നമുക്ക് ആഡ് ചെയ്തത്. അങ്ങനെ ഈ ഒരു ഫംഗ്ഷന്റെ പീരിയഡ് എന്താണ്? നോക്കൂ, 2 sin 3x plus 3 sin 2x എങ്ങനെ വരും? ഇതിലിപ്പോ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ഫംഗ്ഷന്റെയും പീരിയഡ് ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ? അതായത് sin 3x ന്റെ പീരിയഡ് നമുക്കറിയാം. എങ്ങനെ ചെയ്യാം? sin 3x എന്നുള്ളത് നമുക്ക് sin 3x plus 2pi എന്ന് എഴുതാം. ദെൻ 3 കോമൺ ആക്കി എടുക്കാം നമുക്ക് അല്ലെ? അല്ലെങ്കിൽ 2 കോമൺ ആക്കി 3 കോമൺ ആക്കി x ന്റെ ഇതിലേക്ക് നമുക്ക് വേണ്ടത്. സോ sin 3 into x plus 2 by 3 pi അല്ലെ? സോ 2 by 3 pi. സോ x ലേക്ക് എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് സൈൻ ഫംഗ്ഷൻ റിപ്പീറ്റ് ചെയ്യുന്നത്? sin 3x plus x plus 2 by 3 pi ആവുമ്പോഴാണ്. സോ ഈ ഫംഗ്ഷന്റെ പീരിയഡ് എത്രയാണ്? ഈ ഫംഗ്ഷന്റെ പീരിയഡ് 2 by 3 pi ആണ്. ഓക്കെ, അതേസമയം ഈ ഫംഗ്ഷന്റെ പീരിയഡോ sin 2x, 3 sin 2x ന്റെ പീരിയഡ് എന്താണ്? 3 sin 2x 3 കോൺസ്റ്റന്റ് ആണ് നമുക്കറിയാം. sin 2x ന്റെ പീരിയഡ് നമ്മൾ ഓൾറെഡി കണ്ടു, എന്താണ്? അത് pi ആണ് അല്ലെ? സോ ദിസ് ഈസ് pi. ഇനി ഒരു ഫംഗ്ഷൻ രണ്ട് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ സം ആണെങ്കിൽ, ഓക്കെ, രണ്ട് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ സം ആയിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ ചെയ്തെങ്കിൽ അവയുടെ പീരിയഡ് എന്തായിരിക്കും അറിയോ? ഇറ്റ് വിൽ ബി ദ LCM ഓഫ് ദ പീരിയഡ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ ഫംഗ്ഷൻസ്. ഓക്കെ, ഈ ഇൻഡിവിജ്വൽ ഫംഗ്ഷൻസ് ഏതൊക്കെയാണ് ഇവിടെ? ഒന്ന് 2 sin 3x ആണ്, അതിന്റെ പീരിയഡ് നമ്മൾ കണ്ടു 2 by 3 pi ആണ്. സോ രണ്ടാമത്തെ ഫംഗ്ഷൻ ഏതാണ്? 3 sin 2x ആണ്, അതിന്റെ പീരിയഡ് എത്രയാണ്? pi ആണ്. സോ നമുക്ക് രണ്ടിന്റെയും കൂടെ LCM എടുത്താൽ മതി. എന്തായിരിക്കും രണ്ടിന്റെയും കൂടെ LCM? ഓഫ് കോഴ്സ് 3pi അല്ല, സോറി 2pi അല്ലെ? 2pi ആയിരിക്കും ഇതിന്റെ LCM. കാരണം 2pi എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ pi കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇവിടെ നമുക്ക് 3pi കൊണ്ടും ഡിവൈഡ് ചെയ്യാം. യെസ്, 3pi കൊണ്ടും ഡിവൈഡ് ചെയ്യാം. സോ 2pi will be the period of this composite function. ഓക്കെ, സോ ഇത് ജനറലി നമുക്ക് പീരിയഡ്സ് കാണാനുള്ള ഒരു മെത്തഡാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത് എന്തുകൊണ്ടാണ് പറയാന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ് പീരിയോഡിക് ഫംഗ്ഷൻസിനെ കുറിച്ചാണ് അല്ലെ? സോ പീരിയോഡിക് ഫംഗ്ഷൻസിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒരു ഐഡിയ ഉണ്ടാകുന്നത് നല്ലതാണ്. സോ അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, സോ അവിടെ ഞാൻ അവസാനത്തെ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് നമ്മൾ പീരിയഡ് കണ്ടുപിടിച്ചത് അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് സൈഡ്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഫോറിയർ തിയറത്തിലേക്കാണ്. ഓക്കെ, സോ ഫോറിയർ തിയറം നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അത് ഒരു ഫംഗ്ഷൻ, ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണെങ്കിൽ അത് നമുക്ക് സൈനിന്റെയും കോസിന്റെയും ഉണ്ട്. പക്ഷെ നമ്മൾ മാത്തമാറ്റിക്കലി ഒന്ന് ഫോർമൽ ആയിട്ട് എന്ത് ചെയ്യാണ്? സ്റ്റേറ്റ് ചെയ്യാണ്. Fourier theorem states that a periodic function f of x of period 2pi. ഓക്കെ, ശ്രദ്ധിക്കണേ, ഒരു പീരിയഡ് 2pi ആണ്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ വരാമോ? പൈ ഉള്ളതിനോ
വെയിറ്റ്, ആദ്യം 2π നമുക്ക് ജനറൽ 2π പറയാം, പിന്നീട് നമുക്ക് അതിനെ ജനറലൈസ് ചെയ്യാം. പൈ എന്നല്ല, പിന്നെ നമുക്ക് ഏത് ഫംഗ്ഷൻ ഇൻ ജനറൽ നിങ്ങൾക്ക് ടി പീരീഡ് ആണെങ്കിൽ അത്തരം ഫംഗ്ഷൻസിനെയും നമുക്ക് എങ്ങനെ ഫോറിയർ തിയറത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കാണാം. ആദ്യം നമുക്ക് 2π കാണാം. ഓക്കെ, സോ ഒരു ഫംഗ്ഷൻ അതിന്റെ പീരീഡ് 2π ആണെങ്കിൽ that can be represented, ഞാൻ റെപ്രസെന്റഡ് എന്നുള്ളത് മാത്രം ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരു ബോക്സിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. ഇറ്റ്സ് ഓൺലി എ റെപ്രസെന്റേഷൻ നൗ ആൻഡ് ഇറ്റ് വിൽ ബി an equal or equality later. Okay, അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഈ ഡെഫിനിഷൻ പറയും, ഈ സ്റ്റേറ്റ്മെന്റ് പറയും. ഓക്കെ, Fourier theorem states that a periodic function f of x of period 2π may be represented as the sum of a series of sine or cosine terms called the Fourier series. ഇതിനാണ് നമ്മൾ Fourier series, each of which has specific amplitude and phase coefficients known as Fourier coefficients. So this is mathematically represented. Okay, so we have a function f of x. This function is a periodic function. We have that function represented by a sum of a lot of periods of cosines. So we have periods or different periods of frequencies of cos x. Cos x, cos 2x, cos 3x. This is essentially cos x and various frequencies. Okay, cos x in the various frequencies. You can graph okay, cos x, cos 2x, cos 3x and graph and plot the frequency in a pool. Okay, so that means these are various periods of or various frequencies of cos x. So various frequencies in a language sum might but you have suitable coefficients here. അതിന്റെ സം ചെയ്യുമ്പോൾ നമ്മൾ ചുമ്മാ സം ചെയ്യില്ല, ഇതിന്റെ മുന്നേ ചെറിയൊരു കോഎഫിഷ്യന്റ് ആഡ് ചെയ്യാണ്ട് ആ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുന്നതാണ് ദ സോൾ purpose of this section. നമ്മുടെ ഈ ഫോറിയർ സീരീസിന്റെ ആകെയുള്ള സെക്ഷൻ എന്താണ് പർപ്പസ് എന്താണ്, നമുക്ക് ഈ a n b n ഉള്ള കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ നോക്കുക n equal to 1 to infinity a n cos n x. ഈ cos n x ന്റെ മാത്രമാണ്, in general we can have sin different frequencies of sin x also. Sin x ന്റെ different frequencies നമുക്ക് ഉണ്ടാവാം, ഇതിൽ ഉണ്ടാവാം. So n equal to 1 to infinity b n sin n x also. പിന്നെ what about this a0/2? That a0/2 is added to this Fourier sine series to make some particular arrangements. Okay, അതേക്കുറിച്ച് നമുക്ക് എന്തുകൊണ്ടാണ് a0/2 നമുക്ക് ആഡ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത് നമുക്ക് താഴെ കാണാം. ഓക്കെ, now ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നോക്കൂ, ഈ സിഗ്നൽ ഉണ്ടെങ്കിൽ ഈ സൈൻ കണ്ടോ, ഇവിടെ ഞാൻ മനഃപൂർവ്വം അല്ല ഈ സിഗ്നൽ ഇട്ടത്, ഇത് ഈക്വൽ സൈൻ അല്ല ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു സിമ്പിൾ ആണ് അല്ലെ. സിം എന്ന് പറഞ്ഞാൽ സിം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നു അർത്ഥം. ഓക്കെ, റെപ്രസെന്റ് ചെയ്യുന്നു, അത് ഈ ഫംഗ്ഷനെ ഇയാൾ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്താണ് വാട്ട് ഡസ് ഇറ്റ് മീൻ ബൈ റെപ്രസെന്റേഷൻ? നോക്കൂ, നമുക്കറിയാം നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, 1 2 3 4 എക്സെട്ര, അങ്ങനെ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. നമ്മൾ എപ്പോഴും നാച്ചുറൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ മിക്കവാറും നാച്ചുറൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 1 2 3 എന്നുള്ള റീഡ്സും നമ്മളെ അറബിക് ന്യൂമറൽസ് വെച്ചിട്ടാണ് അല്ലെ. പക്ഷെ അതിന് പകരം നോക്കൂ, നമ്മൾ ചെറിയ കാലങ്ങളിലൊക്കെ നമ്മൾ കളിക്കുമ്പോൾ കല്ലുകൾ വെച്ചിട്ട് നമ്മൾ എണ്ണാറുണ്ട് അല്ലെ. ഒരു കല്ല് മാത്രം ഉണ്ടെങ്കിൽ 1 നിറണം, 2 കല്ലാവുമ്പോൾ 2 3 കല്ലാവുമ്പോൾ 3. അപ്പോൾ ഇതൊരു റെപ്രസെന്റേഷൻ ആണ് അല്ലെ. അപ്പോൾ ഈ കല്ലുകൾ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ അതുപോലെ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഫംഗ്ഷൻ അതിന്റെ റെപ്രസെന്റേഷൻ മാത്രമാണ് ഇത്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ഈക്വൽ. അപ്പോഴും കല്ല് ഒന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, കല്ല് കല്ലാണ്, ഒന്നാണ്. സോ ഇവിടെ നമുക്ക് ഒരു റെപ്രസെന്റേഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ. Now when it becomes equal, that is the important question. എപ്പോഴാണ് ഒരു ഫോറിയർ സീരീസിലെ ടേംസ് അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനോട് ഈക്വൽ ആകുന്നത് എപ്പോഴാണെന്നുള്ളത് അത് നോക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ നമുക്ക് ബാക്കിയുള്ള ചോദ്യം. ഓക്കെ, so representation, not that representation may not always be equal. Representation not always equal. കല്ല് എപ്പോഴും എന്തല്ല, നമ്പേഴ്സ് അല്ല, പക്ഷെ കല്ല് റെപ്രസെന്റേഷൻ മാത്രമാണ്. ഇനി എപ്പോഴാണ് നമുക്ക് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുക? ഒരു ഫംഗ്ഷൻ അതിന്റെ ഫോറിയർ സീരീസിനോട് ഈക്വൽ ആണെന്ന് എപ്പോഴും പറയാം? അത് ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ്. ആ പീരിയോഡിക് ഫംഗ്ഷൻസ് ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ റെപ്രസെന്റേഷൻ ഇസ് ഇൻഡീഡ് ദാറ്റ് ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ തന്നെയാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല, റെപ്രസെന്റേഷൻ പോലും അല്ല. ഇറ്റ്സ് റിയൽ ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ തന്നെയാണ്, ആ ഫംഗ്ഷന്റെ എന്താ പറയുക, നമ്മൾ വിശ്വരൂപം എന്നൊക്കെ പറയില്ല, ആ രൂപം തന്നെയാണത്. ഓക്കെ, സോ ഈ കണ്ടീഷൻ മുന്നോട്ട് വെച്ചത് ഡിറിഷ്ലെ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. സോ അദ്ദേഹത്തിന്റെ പേരിലാണ് ആ കണ്ടീഷൻസ് അറിയപ്പെടുന്നത്, ഡിറിഷ്ലെ കണ്ടീഷൻസ്. സോ ഫസ്റ്റ് നമുക്ക് ഏതൊക്കെയാണ് ഡിറിഷ്ലെ കണ്ടീഷൻസ് നോക്കാം. നിങ്ങൾക്ക് ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോറിയർ അനാലിസിസ് വളരെ ഈസി ആയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ദ ഫംഗ്ഷൻ എഫ്, നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ഫംഗ്ഷൻ മസ്റ്റ് ബി കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് മാത്രം മതിയോ? അല്ല, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണെന്ന്
അത് മാത്രം പറഞ്ഞാൽ പോരാ, or having finite number of discontinuities. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നമുക്കറിയാം എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. നോക്കൂ, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട് നോക്കിയാൽ, ഫോർ എക്സാമ്പിൾ ദിസ് ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അല്ലേ. നേരെ മറിച്ച് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട് നോക്കിയാൽ, ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലേ? കണ്ടിന്യൂസ് ആണ്, ഇറ്റ്സ് കണ്ടിന്യൂസ്. നോക്കൂ, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വന്നു. ഓക്കെ, ദിസ് ഫംഗ്ഷൻ ഈസ് ദിസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ്? നോ. ആ ഫംഗ്ഷൻ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് കണ്ടോ. ഈ ഗ്യാപ്പ് ഉള്ളത് കാരണം എന്ത് ചെയ്യുന്നില്ല, ഈ ഫംഗ്ഷൻ നമുക്ക് കണ്ടിന്യൂസ് എന്ന് പറയാൻ പറ്റില്ല. സോ ഒരു ഫോറിയർ സീരീസിലെ ഒരു ഫംഗ്ഷൻ റെപ്രസെന്റേഷൻ ഈക്വൽ ആവുള്ള കണ്ടീഷൻ, ഒന്നാമത്തെ കണ്ടീഷൻ ആണ് that function must have no it must be continuous or it must have finite number of discontinuities. അപ്പോൾ ക്വസ്റ്റ്യൻ അതാണ്, ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ പോലും ഈ ഫംഗ്ഷൻ ആകെ ഒരൊറ്റ ഡിസ്കണ്ടിന്യൂറ്റി മാത്രമേ ആ എൻറ്റയർ പ്ലെയിനിൽ ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് അല്ലെ, നമുക്ക് നമ്മൾ ഒരു പരിഗണന കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവരെ കയറ്റിയെടുക്കാം. അതേസമയം നമുക്ക് 2 ഡിസ്കണ്ടിന്യൂറ്റി ആണെങ്കിലോ അതും ഓക്കെയാണ്, 3 ഡിസ്കണ്ടിന്യൂറ്റി ആണെങ്കിലോ അതും ഓക്കെയാണ്. പക്ഷെ എപ്പോഴാണ് നമുക്ക് പുറത്താക്കേണ്ടി വരിക അയാൾക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ടാവുമ്പോഴാണ്. ഓക്കെ, ഓൺലി ഇഫ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും, അങ്ങനത്തെ ഫംഗ്ഷൻസ് ഉണ്ടോ ഒരു പീരിയഡിനകത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഉള്ള? യെസ്, ഇൻഡീഡ് there are such functions and we will see that kind of functions. Okay, so the first condition is this. Then the second condition is the function must have finite number of maxima or minima within one period. ഒരൊറ്റ പീരിയഡിനകത്ത് എന്ത് വേണം? ഫൈനൈറ്റ് നമ്പർ ഓഫ് മാക്സിമ ഓർ മിനിമം. ഓക്കെ, ഇവിടെ കണ്ടോ, ഒന്നെങ്കിൽ എന്താവണം, the function must have finite number of maxima or minima. അപ്പോൾ നോക്കൂ, നമുക്കൊരു ഫംഗ്ഷൻ കിട്ടും. I have a function like this. ഓക്കെ, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ. സോ these are global maxima. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അതേപോലെ these points are called global minima. അപ്പോൾ ഒരു ഫംഗ്ഷൻ, ഒരു പീരിയോഡിക് ഫംഗ്ഷന് എന്താവണം, ഡിറിച്ലെറ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ എന്ന് പറയുകയാണെങ്കിൽ, രണ്ടാമത്തെ ഡിറിച്ലെറ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ എന്ത് വേണം, അതിന് ഒരു പീരിയഡിനകത്ത് ഇതാണ് 0, ഇതാണ് ഫസ്റ്റ് ടൈം പീരിയഡ് എങ്കിൽ ആ ടൈം പീരിയഡിനകത്ത് എന്ത് ഉണ്ടാവാൻ പാടുള്ളൂ, ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി മാക്സിമം ഓർ മിനിമം ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോഴും അഗെയിൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ വരാം, ഇതല്ലാത്ത ഫംഗ്ഷൻസ് ഉണ്ടാവോ? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി മാക്സിമം ഓർ മിനിമം ഉള്ള ഫംഗ്ഷൻസ് ഉണ്ടാവോ? ഇൻഡീഡ് യെസ്, there are functions like that, we will see. Okay, സോ പക്ഷെ ഇതൊക്കെ വളരെ റെയർ ആണ്. നമ്മൾ സാധാരണ കാണുന്ന ഫംഗ്ഷൻസ് ഒക്കെ മിക്കവാറും ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മൂന്നാമത്തെ കണ്ടീഷൻ ആണ്. നോക്കൂ, the integral of the function over one period must converge. എന്താ കൺവേർജ് എന്ന് പറഞ്ഞാൽ? കൺവേർജ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൈറ്റ് വാല്യൂ കിട്ടണം. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫൈനൈറ്റ് വാല്യൂ കിട്ടണം എന്നുള്ളതാണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻഫിനിറ്റ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, ഫൈനൽ വാല്യൂ ഇൻഫിനിറ്റ് ആണെങ്കിൽ ദാറ്റ് ഫംഗ്ഷൻ ഇസ് നോട്ട് ടു ബി ഡൈവേർജിങ്. ഓക്കെ, സോ ഡൈവേർജിങ് ഫംഗ്ഷൻ ആകാൻ പാടില്ല. ഒരു പീരിയഡിനകത്ത് ആ ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്താവണം, ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും കിട്ടണം. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻസിനെ നമ്മൾ എന്ത് വിളിക്കും, അല്ലെങ്കിൽ ഈ കണ്ടീഷൻസുള്ള ഫംഗ്ഷൻസിന്റെ ഫോറിയർ റെപ്രസെന്റേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഫംഗ്ഷനോട് ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ സിംസ് എന്നുള്ള സിമ്പിളാണ് മാറ്റിയിട്ട് ഞാൻ അവിടെ ഈക്വൽ നോക്കും. സോ f of x is equal to a0/2 plus sigma n equal to 1 to infinity an cos nx plus sigma n equal to 1 to infinity bn sin nx. ഇനി എപ്പോഴും ഇതിൽ എല്ലാ ടേംസും വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചിലപ്പോ ഇവിടെ നിങ്ങൾ ഈ സീരീസ് ഇത് നിങ്ങൾ ഡയറക്ട്ലി സീരീസ് നിങ്ങൾ എഴുതാൻ പോവാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. നോക്കൂ, ഫംഗ്ഷൻ a0/2 പ്ലസ് നമ്മൾ ആ സമ്മേഷൻ സിമ്പിളാണ് ഒഴിവാക്കുകയാണ്. സോ f of x equal to ഫസ്റ്റ് എന്താണ്, a1 അല്ലെ, n equal to 1 to infinity അല്ലേ. സോ ഫസ്റ്റ് 1 കൊടുത്തു, a1 cos nx/2 nx അല്ലെ, cos nx, അപ്പം cos x 1x അല്ലേ, പ്ലസ് a2 sin 2x a2 cos 2x plus a3 cos 3x plus and so on plus കഴിഞ്ഞോ ഇല്ല, b1 sin x plus b2 sin 2x plus and so on. ഓക്കെ, ഇനി എപ്പോഴും ഈ ഫംഗ്ഷനിൽ ഇത് എല്ലാ ടേമും വേണമെന്നുണ്ടാവില്ല. ചിലപ്പോൾ ഈ ടേം 0 ആയിരിക്കും. ഓക്കെ, ഈ ടേം ഉണ്ടാവില്ല, ചിലപ്പോൾ ഈ ടേം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പം ഈ ഫസ്റ്റ് 2 ടേമിന് പുറമെ മറ്റൊരു ടേം ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ വരാം. സോ ഡിഫറെന്റ് ടേംസ് മേ ബി ആബ്സെന്റ് ഓർ പ്രസന്റ് ഡിപ്പെൻഡിങ് ഓൺ ദ ഫംഗ്ഷൻ. ആ ഫംഗ്ഷന്റെ സ്വഭാവത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെന്റ് വാല്യൂസ് ഉണ്ടാവും. ഡിഫറെന്റ് ചില കോഎഫിഷ്യൻസ് ഒക്കെ 0 ആയിരിക്കും, ചില കോഎഫിഷ്യൻസ് നോൺ 0 ആയിരിക്കും. സോ മനസ്സിലായല്ലോ. ഞാൻ നേരത്തെ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തിരുന്നു, നിങ്ങൾ നേരത്തെ പറയാം ഡിറിച്ലെറ്റ് കണ്ടീഷൻസ് ഏതെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യാത്ത ഫംഗ്ഷൻസ് ഉണ്ടോ. നിങ്ങൾ നോക്കൂ, ഈ ഫംഗ്ഷൻ നോക്കൂ, ഈ ഫംഗ്ഷൻ ദിസ് ഫംഗ്ഷൻ. ഓക്കെ, ആ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണ്? 1.3 ഫംഗ്ഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫംഗ്ഷന്റെ നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഒന്ന് നോക്കൂ. ലെറ്റ് മീ ഗോ ടു വൈറ്റ് ബോർഡ്. സോ ഇവിടെ എനിക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്. സോ ലെറ്റ് മീ ഡ്രോ.
Okay, so this is the starting point. This is ഇവിടെ start ചെയ്തു function. This is a discontinuity ട്ടോ. ഇതൊരു discontinuity ആണ്. കാരണം ഇവിടെ നമ്മൾ ശരിക്കും ഡോട്ട് ലൈൻ വരയ്ക്കരുത്. കാരണം ലൈൻ വരയ്ക്കാണ്ട് വരയ്ക്കണം എന്നാണ്. പക്ഷേ anyway നമുക്ക് ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടി വരയ്ക്കാം. ഓക്കെ, അടുത്തത് ഇതിന്റെ പകുതി ആംപ്ലിറ്റ്യൂഡ്, പിന്നെ ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്തത് കുറച്ചും കൂടെ കുറഞ്ഞു. ഓരോ തവണ വരുമ്പോഴും എൻ്റെ ഇത് കുറഞ്ഞിങ്ങനെ വരികയാണ്. ഓക്കെ, സോ ഇങ്ങനെ പോകുന്ന ഒരു ഫംഗ്ഷൻ. അടുത്ത അത് അതിന്റെ ടൈം പീരിയഡിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബൂം, എന്നിട്ട് എന്ത് ചെയ്യും? നേരെ ഈ ഒരു സ്റ്റേറ്റിലെത്തും, ഇവിടെ എത്തും കേട്ടോ. പിന്നെ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാണ്. ഓക്കെ, സോ ഇതൊരു പീരിയഡിക് ഫംഗ്ഷൻ ആണ് അല്ലേ? നോ ക്വസ്റ്റ്യൻ. ആ പീരിയഡിനകത്ത് ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ പ്രശ്നം? ഇറ്റ് ഹാസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഇൻ എ ടൈം പീരിയഡ്. ഒരു ടൈം പീരിയഡിനകത്ത് എത്ര ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ട്? There are infinite number of discontinuities. So this function does not satisfy the first Dirichlet condition, and therefore this function does not have a or this function's Fourier representation is not equal to the function. Okay, അപ്പോൾ ഇതിന് നമ്മൾ Fourier series representation കൊടുത്തു കഴിഞ്ഞാൽ അതൊരു representation മാത്രമേ ആകൂ, ആ ഫംഗ്ഷൻ ഈക്വൽ ആയിരിക്കില്ല. ഓക്കെ, അപ്പോഴും അങ്ങനെ പറയുന്നുള്ളൂ. റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഒരിക്കലും പറയുന്നില്ല, പക്ഷേ റെപ്രസെന്റ് ചെയ്യാൻ എന്തായിരിക്കില്ല? ആ ഫംഗ്ഷൻ ഈക്വൽ ആയിരിക്കില്ല, അത്രേ ഉള്ളൂ. ഏതൊരു പീരിയഡിക് ഫംഗ്ഷൻ ആണെങ്കിലും അതിനൊരു Fourier സീരീസ് റെപ്രസെന്റേഷൻ നമുക്ക് വേണ്ടതാൻ പറ്റും. ഓക്കെ, ബട്ട് ദാറ്റ് മേ നോട്ട് ബി ഈക്വൽ ടു ദാറ്റ് ഫംഗ്ഷൻ. ഇനി നേരെ രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? ഈ ഫംഗ്ഷൻ നോക്കൂ. രണ്ടാമത്തെ കണ്ടീഷനിൽ പറഞ്ഞത് Fourier സീരീസിൽ പീരിയഡിക് ഫംഗ്ഷൻ ഉണ്ടാകാൻ പറ്റുള്ളൂ, ഒരു പീരിയഡിനകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് മാക്സിമം ഓർ മിനിമം ഉണ്ടാകാൻ പാടുള്ളൂ. ഈ ഫംഗ്ഷൻ ഞാൻ ഒന്ന് സൂം ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. നോക്കൂ, സോ ലെറ്റ് മീ ഡ്രോ എന്നത്. സോ ഇവിടെയാണ് നമുക്ക് നമ്മുടെ രണ്ട് ഇതുള്ളത്. So this function maybe എൻ്റെ വര ചിലപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല. ഇത് ഫസ്റ്റ് ഇത് വരുമ്പോൾ ഓക്കെയാണ്. രണ്ടാമത്തെ വരുമ്പോൾ ലേശം കൂടെ ഒന്ന് അതായത് എൻ്റെ വേവ് ലെങ്ത് കുറഞ്ഞു. മൂന്നാമത് വരുമ്പോൾ മൈ ഡ്രോയിങ് ഈസ് വെരി ബാഡ്. നോക്കൂ, ഇതിങ്ങനെ കൂടി വരികയാണ്. അപ്പം കുറേ അടുത്ത് വരുമ്പോൾ എന്ത് ചെയ്യും? ദിസ് വിൽ ബി എ മെസ് ഓവർ ഹിയർ. സോ പിന്നെ ഈ ടി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എന്ത് ചെയ്യും? ഇയാള് നേരത്തെ പോയ പോലെ ഇങ്ങനെ പോകും. ഓക്കെ, സോ അതാണ് സംഭവം ബേസിക്കലി. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു ടൈം പീരിയഡിനകത്ത് ദർ ആർ മൾട്ടിപ്പിൾ ഓർ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് മാക്സിമം ഓർ മിനിമം. അതൊക്കെ മാക്സിമം മിനിമം ആണ് അല്ലേ? സോ ഇങ്ങനെ ഒരുപാട് മാക്സിമം മിനിമ ഒരു ടൈം പീരിയഡിനകത്തുണ്ട്. സോ സച്ച് എ ഫംഗ്ഷൻ ഈസ് നോട്ട് ക്വാളിഫൈഡ് ടു ഹാവ്, അല്ലെങ്കിൽ നോട്ട് ക്വാളിഫൈഡ് ഫോർ Fourier സീരീസ് റെപ്രസെന്റേഷൻ ടു ബി ഈക്വൽ ടു ദാറ്റ് ഫംഗ്ഷൻ ഇറ്റ്സെൽഫ്. മൂന്നാമത്തെ ഡിറിച്ലെറ്റ് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ നോക്കിയാൽ മതി. ഓക്കെ, ഇത്തരം ഫംഗ്ഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ ടാനക്സിന്റെ പ്ലോട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? സോ ഈ ഫംഗ്ഷനെ പറ്റി എന്താണ്? ഒരു ടൈം പീരിയഡ് എടുത്താൽ ദിസ് ഇസ് വൺ ടൈം പീരിയഡ്, ദിസ് ഇസ് മൈനസ് t/2 ആൻഡ് ദിസ് ഇസ് t/2. അപ്പൊ t/2 ടു മൈനസ് t/2 ടു t/2 ഇത് വൺ ടൈം പീരിയഡ് ആണ്. സോ ഒരു ടൈം പീരിയഡിനകത്ത് നമ്മൾ ഈ ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുക, ഇഫ് യു ഇന്റഗ്രേറ്റ് ദിസ് ഫംഗ്ഷൻ ദിസ് ഗോസ് ടു ഇൻഫിനിറ്റി അല്ലെ? ഈ ഫംഗ്ഷൻ അങ്ങനെ പോവാണ്. അപ്പം ഈ ടൈം പീരിയഡിന് തൊട്ട് മുമ്പുള്ള ഫംഗ്ഷന്റെ വാല്യൂ എത്രയായിരിക്കും? ദിസ് വിൽ ബി ഓൾമോസ്റ്റ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഓർ ആ ടിയും കൂടെ ടി ഉള്ള വാല്യൂ കൂടെ ഫംഗ്ഷന്റെ വാല്യൂ കൂടെ ഉൾപ്പെടുത്തുമ്പോൾ എന്തായിരിക്കും? ഇന്റഗ്രൽ വാല്യൂ ഇൻഫിനിറ്റ് ആവും. സോ ദിസ് ഡസ് നോട്ട് കൺവേർജ്. അപ്പൊ ഇത്തരം ഫംഗ്ഷൻസ് എന്താകുന്നില്ല? കൺവേർജ് ആകുന്നില്ല. അതുകൊണ്ട് നമുക്ക് അത്തരം ഫംഗ്ഷൻസ് ഒന്നും Fourier സീരീസ് എന്തായിരിക്കില്ല? വിൽ നോട്ട് ബി ഈക്വൽ ടു ദ റെപ്രസെന്റേഷൻ. ഓക്കെ, നൗ Fourier സീരീസിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എന്തുകൊണ്ടാണ് എപ്പോഴും ഒരു പീരിയഡിക് ഫംഗ്ഷൻ നമുക്ക് സൈനിന്റെയും കോസൈന്റെയും ഡിഫറെന്റ് ഫ്രീക്വൻസീസിന്റെ സമ്മായിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ അതിന് വേറൊരു തലം ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഡയമെൻഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് വെക്ടർ അല്ലെ? സോ ഇഫ് യു ഹാവ് എ വെക്ടർ ഇറ്റ് ഹാസ് 3 components അല്ലെ? ഇറ്റ് ഹാസ് 3 components ഫോർ ഷുവർ. ഏതൊരു വെക്ടർ എടുത്തു കഴിഞ്ഞാലും അതിന് 3 dimensional നമുക്ക് 3 components ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ദിസ് ഇസ് x, this is y, and this is z. So now if I have a vector like this, definitely it will have a x component. If this is a vector a, it will have a x component, it will have a y component, it will have a z component. അല്ലേ? ഓർ ഇത് നേരെ തിരിച്ചു പറയുകയാണെങ്കിലോ നമുക്ക് എന്താ പറയാം? ഏതൊരു വെക്ടറിനെയും നമുക്ക് ax-ന്റെയും ay-യുടെയും അല്ലെങ്കിൽ i ഹാറ്റിന്റെയും j ഹാറ്റിന്റെയും k ഹാറ്റിന്റെയും ഈ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ a എന്നുള്ള വെക്ടർ എങ്ങനെ എഴുതാം? a എന്നുള്ള വെക്ടർ എനിക്ക് ax i hat പ്ലസ് ay j hat പ്ലസ് az k hat എന്ന് എഴുതാം. അതായത് എനിക്ക് ഏതൊരു വെക്ടറിനെയും i ഹാറ്റിന്റെയും j ഹാറ്റിന്റെയും k ഹാറ്റിന്റെയും
ലീനിയർ കോമ്പിനേഷൻസ് ആയിട്ട് എഴുതാൻ പറ്റും. എന്താ ലീനിയർ കോമ്പിനേഷൻ? ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സം കോഎഫിഷ്യന്റ് ടൈംസ് ഐ ഹാറ്റ്, another coefficient times j hat, another coefficient times k hat. ഇങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളതാണ് ലീനിയർ കോമ്പിനേഷൻ അർത്ഥമാക്കുന്നത്. സോ ഏതൊരു ഫംഗ്ഷൻ എടുത്താലും നമുക്ക് ഈ മൂന്ന് വെക്ടേഴ്സിന്റെയും എന്താക്കി എഴുതാൻ പറ്റും? ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോ അതേ കാര്യം ഇവിടെയും വരുന്നു. അവിടെ നമ്മൾ വെക്ടേഴ്സ് പറഞ്ഞുകൊടുത്ത് ഇവിടെ നമ്മൾ ഫംഗ്ഷൻസ് പറയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഹിൽബർട്ട് സ്പേസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് അല്ലെ. കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ വെക്ടേഴ്സിന്റെ ബേസിസ് വെക്ടേഴ്സ് അല്ലെങ്കിൽ യൂണിറ്റ് വെക്ടേഴ്സിന് പകരം ഫംഗ്ഷൻസ് വരികയാണെങ്കിൽ അല്ലെ, അത് നമ്മൾ ഓർത്തോനോർമൽ ബേസിസ് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ കൺസെപ്റ്റിനാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് ഈ ഫംഗ്ഷൻസ് നോക്കൂ, ഇവിടെ വരുന്ന ബേസിസ് ഫംഗ്ഷൻസ്, ഇവിടെ നമുക്ക് നേരത്തെ വെക്ടേഴ്സിന്റെ കേസിൽ നമുക്ക് ഐ ഹാറ്റും ജെ ഹാറ്റും ഒക്കെ ഉണ്ടായതിന് പകരം ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ നമുക്ക് 1 cos x sin x cos 2x sin 2x എക്സെട്ര. അതൊരു ഇൻഫിനിറ്റ് ഡയമെൻഷണൽ സ്പേസ് ആണ്. അപ്പോൾ ഇൻഫിനിറ്റ് ഡയമെൻഷൻസ് ഉണ്ടാവും. ഓക്കെ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ബേസിസ് അല്ലെങ്കിൽ യൂണിറ്റ് വെക്ടേഴ്സ് ഉണ്ടാവും. ഇവിടെ യൂണിറ്റ് വെക്ടേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഈ ഫംഗ്ഷൻസ് ആണ്. സോ ഈ ഫംഗ്ഷൻ സ്പേസിൽ നമുക്ക് ഏതൊരു ഫംഗ്ഷനെയും എന്ത് ചെയ്യാൻ പറ്റും? ഒരു വെക്ടർ പോലെ അല്ലെങ്കിൽ മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഫംഗ്ഷൻ സ്പേസിൽ. സോ ദാറ്റ് ഇസ് ദി നോട്ട്. നൗ ഇനി ഫോർമലി നമുക്ക് നെറ്റിന് അല്ലെങ്കിൽ CSIR ഗേറ്റ് ജസ്റ്റ് ഇതുപോലത്തെ പരീക്ഷകൾക്കൊക്കെ ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ എങ്ങനെ വരിക? We will have to find Fourier series representation of some particular function. ആ particular function എപ്പോഴും തന്നിട്ടുണ്ടാവും. ആ ഫംഗ്ഷന്റെ Fourier series representation. So Fourier series representation കാണാൻ നമുക്ക് ആകെ വേണ്ടത് കോഎഫിഷ്യൻസ് ആണ്. ഈ കോഎഫിഷ്യൻസ് ഏതാണ്? പക്ഷെ 3 കോഎഫിഷ്യൻസ് നമുക്കുള്ളത്. ഒന്ന് a0 അല്ലെ, ആദ്യം നമുക്ക് ഫസ്റ്റ് ടേം a0/2 ആയിരുന്നല്ലോ, ആ a0 വേണം. പിന്നെ നമുക്ക് an വേണം, then we have bn. ഈ 3 കോഎഫിഷ്യൻസും അതോ ഇത് 3 കോഎഫിഷ്യൻസേ ഉള്ളൂ? അല്ല, this is a set of coefficients are a1, a2, a3, a4, a5 അങ്ങനെ ഉണ്ട്. അതുപോലെ b1, b2, b3, b4, b5 അങ്ങനെ അതും പോകുന്നുണ്ട്. സോ ഇൻ ജനറൽ ഇറ്റ് ക്യാൻ ഹാവ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ്. പക്ഷേ നമുക്ക് ഒരു പാറ്റേൺ എപ്പോഴും കിട്ടും. a1, a2, a3, a4 കണ്ടുപിടിച്ചാൽ നമുക്ക് മനസ്സിലാവും അടുത്ത് a5 എന്താവും. ഓക്കെ, അത് മിക്കവാറും നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് അതിൽ ഒരു ഫംഗ്ഷന്റെ നേച്ചർ കിട്ടും. സോ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ സീരീസ് എക്സ്പാൻഡ് ചെയ്യാൻ നമുക്ക് ഈ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇന്റഗ്രൽ ഇക്വേഷൻ ആണിത്. സോ a0 = 1/π. സോ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നപ്പോൾ സോഫാർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പീരിയഡ് 2π ഉള്ള ഫംഗ്ഷൻ തന്നെയാണ് കേട്ടോ. ജനറൽ പീരിയഡിലെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും തൊട്ട് താഴെ തന്നെ. അപ്പോൾ ആദ്യം പീരിയഡ് 2π ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പീരിയഡ് 2π ആയതുകൊണ്ടാണ് ഇവിടെ -π to π ഞാൻ എഴുതിയിരിക്കുന്നത്. സോ -π to π. കാര്യം നമുക്കൊരു പീരിയഡ് 2π ഉള്ള ഒരു ഫംഗ്ഷൻ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും? ഒരു 0 നിന്ന് -π to π എന്നുള്ള രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ -π to π f of x dx a0. അതേപോലെ an എന്താ? an എന്ന് പറഞ്ഞാൽ 1/π ഇന്റഗ്രൽ -π to π f of x cos nx dx. ഓക്കെ, സിമിലർലി bn എന്ന് പറഞ്ഞാൽ 1/π ഇന്റഗ്രൽ -π to π f of x sin nx dx. Okay, now let me do a question. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതിന്റെ പ്രൂഫ് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് മെറ്റീരിയൽ നമുക്ക് ഇവിടെ ആവശ്യമില്ല. ഇതിന്റെ പ്രൂഫ് ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷനിൽ പറഞ്ഞാൽ ഞാൻ ഇതിന്റെ പ്രൂഫ് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്ത് തരാം. ഓക്കെ, വളരെ സിമ്പിൾ പ്രൂഫാണ്. നമുക്ക് കുറച്ച് ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് യൂസ് ചെയ്യണം, പിന്നെ ജസ്റ്റ് ഇന്റഗ്രേഷൻ, അത്രേ ഉള്ളൂ. ഓക്കെ, so we will do one problem here, this example here. So let's find the Fourier series which represents the following periodic function with period 2π. So period 2π ഉള്ള ഫംഗ്ഷൻ ആണ് തന്നിരിക്കുന്നത്. ഫംഗ്ഷന്റെ നേച്ചർ എങ്ങനെയാണ്? The function is like this. നോക്കൂ, ഫംഗ്ഷൻ ഒരു പീരിയഡിക് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് പീരിയഡിൽ അതിന്റെ വാല്യൂസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് π and this is 2π. So the function value എന്താണ്? When okay, let's start from -π to π. Okay, so this is 0. Let me put axis here. So this is 0 and this is π and this is -π. Okay, so നമുക്ക് അതാണ് -π to 0 വരെ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. Okay, so function will be like this, -π to 0. Then 0 to π where function value h ആണ്. So let's assume that h is this. So value is this. So this is the function. Now what will be the repetition? Repetition ആയിരിക്കും next അടുത്ത π to 2π വരെ എന്തായിരിക്കും വാല്യൂ? ഇതേ വാല്യൂ ആയിരിക്കും. ഇവിടെ എന്താണ് വാല്യൂ ഉണ്ടായിരുന്നത്? ഇതേ വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ 0 വരും. പിന്നെ അടുത്തത് 2π to 3π വരെ ഈ വാല്യൂ. സോ ദിസ് ഈസ് ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫംഗ്ഷൻ. ഈ ഒരു ഫംഗ്ഷൻ എന്താണ് ഇത്ര ഫംഗ്ഷൻ എന്ന് പറയാം? സ്ക്വയർ അല്ലേ, നമ്മൾ സ്ക്വയർ വേവ് എന്നൊക്കെ പറയില്ല. സോ സ്ക്വയർ വേവ് ഫംഗ്ഷൻ ആണ്. സോ അതിന്റെ ഒരു ഫോറിയർ സീരീസ് റെപ്രസെന്റേഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഇൻട്രസ്റ്റിംഗ് അല്ലേ?
സോ നമുക്ക് ആദ്യം A0 കാണാം. ഓക്കെ, A0 എന്തായിരുന്നു ഇക്വേഷൻ? A0 നമ്മൾ തൊട്ട് മുകളിൽ നോക്കുകയാണെങ്കിൽ A0 നോക്കുകയാണെങ്കിൽ എന്താണ് ഇക്വേഷൻ? ഈ ഇക്വേഷൻ എപ്പോഴും ഓർമ്മ വേണം. ഫോർ പീരിയഡ് 2π A0 equal to 1/π integral minus pi to pi f of x dx. Okay, integral 1/π integral minus pi to pi f of x dx. So തിരിച്ചു വരാം. നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രൽ 1/π into okay, ഒരു സ്റ്റെപ്പ് ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇന്റഗ്രൽ 1/π minus pi to pi f of x എന്നാണ്. f of x ഒരു പീസ് വൈസ് ഫംഗ്ഷൻ ആണ് അല്ലേ? ഒരു സിംഗിൾ ഫംഗ്ഷൻ അല്ല, ഒരു പീസ് വൈസ് ഫംഗ്ഷൻ ആണ്. അത് ഒരു ഇന്റർവെല്ലിൽ ഓരോ ഇന്റർവെല്ലും ഡിഫറെന്റ് നേച്ചർ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഫംഗ്ഷനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, അതായത് ഇന്റർവെല്ലിന് അനുസരിച്ച്. സോ ഫസ്റ്റ് ഇന്റർവെൽ -π to 0 വരെ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 0 ആണ്. ഓക്കെ, സോ ഇവിടെ -π to 0 dx പ്ലസ് 0 to π വരെ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? h ആണ്. സോ ഇന്റഗ്രൽ 0 to π h dx. സോ അത് ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് 0 to π 0 dx ചെയ്താൽ എന്ത് കിട്ടും? 0 കിട്ടും. h dx ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് h കിട്ടും, സോറി h x കിട്ടും. പിന്നെ x നിങ്ങൾ π to 0 വാല്യൂസ് കൊടുക്കുമ്പോൾ, ലിമിറ്റിംഗ് വാല്യൂസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് h π കിട്ടും. ഓക്കെ, സോ ഈ 1/π കൂടി വരുമ്പോൾ ഈ π ക്യാൻസൽ ആവും. സോ ഫൈനൽ വാല്യൂ വിൽ ബി h. സോ A0 കിട്ടി. അപ്പൊ നമ്മുടെ ഫോറിയർ സീരീസ് റെപ്രസെന്റേഷൻ നമുക്ക് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് കിട്ടി അല്ലേ? സോ A0 എന്താണ്? h. സോ അഗൈൻ റൈറ്റ് h/2 പ്ലസ്. ഇനി നമുക്ക് എന്ത് കിട്ടണം? ബാക്കിയുള്ള ടേംസ് കിട്ടണം. സോ അത് ആദ്യം നമുക്ക് ans കണ്ടുപിടിക്കാം അല്ലേ? ans. സോ an കണ്ടുപിടിക്കാൻ നമുക്ക് വീണ്ടും തൊട്ട് മുമ്പുള്ള ഇക്വേഷനിലേക്ക് പോവാം. എന്താണ്? an equal to 1/π minus pi to pi f of x cos nx dx അല്ലേ? അപ്പൊ ആ cos nx ഉണ്ട്, അത് ശ്രദ്ധിക്കുക. അവിടെയും നമ്മൾ f of x എന്നാണ് പീസ് വൈസ് ഫംഗ്ഷൻ ആണ്. സോ വി ക്യാൻ സ്പ്ലിറ്റ് ദിസ് ഫംഗ്ഷൻ ടു 2. ഫസ്റ്റ് -π to sorry, this is 0, it's not infinity. Yeah, this is 0. So -π to 0 into അല്ലേ? ആ സമയത്ത് ഫംഗ്ഷൻ 0 ആണ്. സോ 0 cos nx dx പ്ലസ് then 0 to pi ഈ വാല്യൂ ആണ്. അന്നേരം ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? h ആണ് into cos nx dx. ഓക്കെ, പക്ഷേ ഈ ടേം ഡെഫിനറ്റ്ലി 0 ആണ് അല്ലേ? കാരണം 0 into something equal to 0. ഓക്കെ, 0 into something equal to 0. അതേസമയം ഇവിടെ എന്ത് വരും? 0 to pi h into cos nx dx. നമുക്ക് കോസിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? ഇറ്റ് വിൽ ബി സൈൻ, റൈറ്റ്? ഇറ്റ് വിൽ ബി സൈൻ. സോ സൈൻ സംതിങ് ഇൻറ്റു പൈ. എന്നൊരു ഇന്റീജർ ആണ്, എന്നൊരു ഇന്റീജർ വാല്യൂ ആണ്. സോ സൈൻ 1π, സൈൻ 2π, സൈൻ 3π ഇതെല്ലാം എന്താണ്? സീറോസ് ആണ്. സോ ബോത്ത് ആർ സീറോസ്. സോ 0 + 0 = 0. സോ ഭാഗ്യം അല്ലേ? നമുക്ക് ഫംഗ്ഷൻ അത്രയും സിംപ്ലിഫൈ കിട്ടി. നോക്കൂ, നമുക്ക് h/2 കിട്ടി. നെക്സ്റ്റ് ടേം നമുക്ക് എഴുതേ വേണ്ട, ഈ ടേം എല്ലാം സീറോസ് ആണ്. ഇനി അവിടെ അടുത്തതാണ് bn into sin nπ അല്ലേ? bn sin nπ nx അല്ലേ? ഇതാണ് നമ്മുടെ വാല്യൂ. അപ്പൊ bn വാല്യൂ നമുക്ക് നോക്കാം. bn എന്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്? So bn is equal to 1/π integral -π to pi f of x sin nx dx. 1/π integral -π to pi f of x sin nx dx. Again f of x piecewise function ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? f of x piecewise function ആയതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് -π to 0 into sin nx dx ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത് n into sin, ഇവിടെ again n ആണ്, typing mistake, I'm sorry for that. n sin nx dx. Sorry, this is h. Oh, so h into sin nx dx. Okay, ഞാൻ സ്ലൈഡ് എല്ലാം കറക്റ്റ് ചെയ്ത് തരാം. സോ ഇത് ചെയ്യുമ്പോൾ എന്താവും? നോക്കൂ, ഫസ്റ്റ് ടേം 0 ആണ്, സോ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു കാര്യം സാന്ദർഭികമായിട്ട് പറയട്ടെ. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇന്റഗ്രൽ 0 dx? What is the value of integral 0 dx? Is it 0? I'm very precise, very clear. ഈ ഇന്റഗ്രൽ സൈൻ ഒക്കെ ഞാൻ എഴുതിയത് ലിറ്ററൽ മീനിങ്ങിലാണ്, ചുമ്മാ എഴുതല്ല. So the important thing is that if this is a definite integral, if I have a limit here a to b, then this is 0. Okay, if this is not a definite integral, if this is an indefinite integral, then the value is not 0. You have to remember this. Okay, definite integral 0 dx is not equal to 0. Why? Because we know that d by dx of a constant is equal to 0. So തിരിച്ചു പറയുകയാണെങ്കിലോ integral 0 must be a constant. Okay, so this is പലരും ചെറിയ ക്ലാസ്സുകളിൽ പിന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. സോ ഇവിടെ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ ടേം 0 ആക്കി എടുത്തത്. ഓക്കെ, ഇഫ് ദാറ്റ് ഇസ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ, ആ ഇന്റഗ്രൽ എന്തായിരിക്കും? നോൺ സീറോ വാല്യൂ ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നൗ ഇവിടെ h into sin nx dx ഉണ്ട്.
So h no sin nx h എന്ന കോൺസ്റ്റന്റ് ആണ്. sin ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് nx ബൈ n കിട്ടും അല്ലേ. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ n നെ പുറത്തെടുക്കാം. സോ h ബൈ n പൈ പുറത്തെടുത്തി, ബാക്കി എന്താ ഉള്ളത്, സോ ഈ h നെ പുറത്തെടുത്തു, h ബൈ n പൈ എഴുതി. നൗ മൈനസ് കോസ് nx, മൈനസ് കോസ് nx ഫ്രം 0 to pi. നോക്കൂ ഇതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം. മൈനസ് കോസ് nx എന്ന് പറഞ്ഞാല് we can write it as cos n pi എന്താണ്, cos n pi, okay, or let me write it as minus cos n pi minus cos 0, okay. So this is the value. So minus cos pi അതുപോലെ തന്നെ എഴുതാം. cos 0 എന്താണ്, cos 0 is 1, പക്ഷേ ഈ മൈനസും പ്ലസ് ആയി. സോ ആ പ്ലസ് 1 ഞാൻ ആദ്യം എഴുതാണ്, cos 0 1 ആണ്, മൈനസ് cos n pi, okay. So this is bn. Oh sorry, ഇവിടെ ഒരു h by n pi കൂടെ ഉണ്ട്, h by n pi കൂടെ ഉണ്ട്. So 1 minus cos n pi. So this value is not നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോൺസ്റ്റന്റ് വാല്യൂ അല്ല കിട്ടിയത്, പകരം n cos ഫംഗ്ഷൻ ആണ്. ഡിപ്പെൻഡിങ് ഓൺ n വാല്യൂ വി ക്യാൻ ഒബ്റ്റെയിൻ ദിസ് വാല്യൂ, ഓക്കെ. അങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ കാൽക്കുലേറ്റ് സം ഫസ്റ്റ് ഫ്യൂ bn's, ഓക്കെ. സോ ഫസ്റ്റ് നമുക്ക് bn എങ്ങനെ കണ്ടുപിടിക്കാം. നോക്കൂ b1 എന്ത് വരും. So b1 will be so let me go to whiteboard. So we have bn is equal to h by 2 pi into 1 minus cos n pi, or cos n pi നമുക്ക് എന്ത് എഴുതാം, minus 1 whole raised to n എഴുതാം അല്ലേ, minus 1 whole raised to n. Okay, so this is h by first b1 എന്താണ്, n ന് 1 കൊടുക്കുക, h by 2 pi into 1 minus 1 whole raised to 1 എന്താണ്, minus 1 whole raised to 1, that is minus 1. 1 minus 1, that is 2, അല്ലേ, 1 plus 1 2. So h by 2 pi into 2, so 2 cancel ആയി, ബാക്കി that is h by pi, right. Now b2 എങ്ങനെ വിളിക്കാം, again h by 2 pi into, നോക്കൂ ഇവിടെ 1 minus, sorry, one minute, let me my pen software has some second. Let me pause for a moment. Checking this with the okay. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. Okay, so let me continue. Okay, now it works. Okay, thank you. Thank you for your patience. So നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് b1 കണ്ടുപിടിക്കണം. So b1 is equal to h by b1 നമ്മൾ ചെയ്തല്ലോ അല്ലേ already. So let me go back.
Oh, H1 was B1 was H by okay, somewhere let me go to the slide. So B1 is equal to all ANs are zeros. നമ്മൾ നേരത്തെ കണ്ടു ANs are zeros. Okay, so AN നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല, ബാക്കി അപ്പം സൈനിന്റെ ടേംസ് മാത്രമേ ഫോറിയർ സീരീസ് വരുള്ളൂ. So H plus 2h by pi sin x, then അപ്പം B1 എന്താണ്? B1 is nothing but B1 is 2h by pi, yeah, B1 is h by pi. Okay, നമുക്ക് h by pi into 2 എന്നല്ല കിട്ടിയത്. 2h by 2 pi into 2 2 cancel ആയത്, ബാക്കി h by pi. So h plus 2h by pi sin x plus അടുത്തത് 2h by 3 pi sin 3x. Okay, ഇതോടെ വരുന്നത് 2 ഓടെ വരുന്നത്, ഈ 2 വരുന്നത് നമുക്കറിയാം when n is even, n even ആകുമ്പോൾ എന്താണ്, സോറി n odd ആകുമ്പോൾ എന്താണ്, n odd ആകുമ്പോൾ -1 ആണ് ഇവിടെ വരിക, കാരണം -1 whole raised to odd number, -1 whole raised to odd is -1, so 1 minus -1 ആവും 2 ആവും. So this will be equal to 2h by n pi for n equal to odd. Okay, n odd ആകുമ്പോൾ bn is equal to 2h by n pi ആണ്. So n 1 ആകുമ്പോൾ 2h by 1 pi, n 2 ആകുമ്പോൾ 2h by n 3 ആകുമ്പോൾ 2h by 3 pi and so on. Okay, so finally we can write the solution or the Fourier series as this. Okay, so we can write this is the Fourier series representation. Okay, I hope this is clear. Now നേരത്തെ ഞാൻ പ്രോമിസ് ചെയ്ത പോലെ നമ്മൾ എന്ത് ചെയ്യാണ്, Fourier series of a function with general period. നേരത്തെ നമ്മൾ 2π പീരിയഡിലുള്ള ഫംഗ്ഷൻസിന് മാത്രം ആണ് നമ്മൾ Fourier series ആയിട്ട് പറഞ്ഞത്. ഇനി നമുക്ക് Fourier series in general ഒരു പീരിയഡുള്ള ഫംഗ്ഷൻ, ഫോർ എക്സാമ്പിൾ sin 2π in 0 to π എന്നുള്ള അല്ലേ, ആ സമയത്ത് നമുക്കറിയാം പീരിയഡ് പൈ ആണ്, sin 2x, സോറി sin 2π അല്ല, sin 2x എന്നുള്ള ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ആ ഫംഗ്ഷന്റെ പീരിയഡ് എന്താണ്, പൈ ആണ്. സോ ദെർഫോർ ഇവിടെ എന്താണ്, നമുക്ക് പീരിയഡ് ഇൻ ജനറൽ എന്തല്ല, പൈ അല്ല. ഓക്കെ, സോ സോറി 2π അല്ല. സോ നമുക്ക് ജനറൽ Fourier സീരീസിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. ദ ജനറൽ എക്സ്പ്രഷൻ ഈസ് ദിസ്. For the time being I will write this. So this is the general expression. Okay, f of t. So ഇവിടെ ഞാൻ x ന് പകരം ഫംഗ്ഷൻ f of x എന്ന് എഴുതി. Okay, so f of x എന്നതിന് പകരം f of t ഫംഗ്ഷൻ എടുക്കുന്നത്. ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ now we are introducing t as time period as t, not as l. രണ്ട് രൂപത്തിൽ നമുക്ക് ടൈം പീരിയഡും പറയാം, പൊസിഷൻ പീരിയഡും പറയാം. അല്ലെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ സൈൻ എക്സ് ആണെന്ന് പറയുന്നെങ്കിൽ നമുക്ക് അതിന്റെ മുന്നേ വരുന്ന വേവ് വെക്ടർ കെ എക്സ് ആണ്. അതേപോലെ സൈൻ ടി ആണെങ്കിൽ സൈൻ ഒമേഗ ടി ആ വരിക. ഓക്കെ, സോ ഇത് രണ്ടും കോൺജുഗേറ്റ്സ് ആണ്. എക്സ് ആണ് വരുന്നെങ്കിൽ എപ്പോഴും മൊമെന്റ് ആയിരിക്കും ഇവിടെ വരിക, അല്ലെങ്കിൽ വേവ് വെക്ടർ ആയിരിക്കും വരിക. ടി ആണ് വരുന്നെങ്കിൽ എപ്പോഴും ഇതായിരിക്കും വരിക, ഒമേഗ ആയിരിക്കും വരിക, ഫ്രീക്വൻസി ആയിരിക്കും വരിക. ഓക്കെ, സോ ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, എപ്പോഴാണ് ആവശ്യം, സിഗ്നൽ പ്രോസസ്സിംഗിലൊക്കെ Fourier സീരീസ് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവർ സിഗ്നൽ പ്രോസസ്സിംഗിൽ കാര്യമായിട്ട് അവർ എഫ് ഓഫ് ടി എന്ന് പറയാം, കാരണം അവർക്ക് ടൈമും ഫ്രീക്വൻസി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷെ നമ്മൾ ഫിസിക്സിൽ നമുക്ക് എന്ത് ചെയ്യാണ്, സ്പേഷ്യൽ Fourier ട്രാൻസ്ഫോംസ് Fourier സീരീസ് ഉണ്ട്. അതായത് സൈൻ കെ എക്സ് രൂപത്തിൽ വരുന്നത്, അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു അല്ലേ, നമുക്ക് സ്പേഷ്യൽ Fourier ട്രാൻസ്ഫോം വരുന്നത് എവിടെയാണ്, ഒപ്റ്റിക്സിൽ നിങ്ങൾ ഡിഫ്രാക്ഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഡിഫ്രാക്ഷനിൽ ഒരു സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷന്റെ പാറ്റേൺ അപ്പുറത്ത് വരുന്നത് എന്താണ്, സൈൻ എക്സ് ബൈ എക്സ് അല്ലെ, സൈൻ എക്സ് ബൈ എക്സ് എന്നുള്ള ഫോമിലാണ് വരുന്നത്. സോ ദാറ്റ് ഇസ് എ സിങ്ക് ഫംഗ്ഷൻ which is a Fourier transform. സോ ഇവിടെ നമുക്ക് എഫ് ഓഫ് ടി ഈക്വൽ ടു a0/2 യാതൊരു മാറ്റമില്ല, a0/2 സെയിം തന്നെയാണ്. ദെൻ വി ഹാവ് an cos nx ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അല്ലേ. കോസ് നേരത്തെ ഫസ്റ്റ് നമുക്ക് എക്സ്പ്രഷൻ ഇവിടെ എഴുതി വെക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 plus sigma n equal to 1 to infinity an cos nx plus sigma n equal to 1 to infinity sin bn sin nx. Okay, ഇത് നമുക്ക് ഇവിടെ നമുക്ക് ഈ sin n x നമുക്ക് എന്താക്കി കൺവേർട്ട് ചെയ്തു, x നമ്മൾ 2π t/t കൺവേർട്ട് ചെയ്തു. സോ x went to 2π t/t, or this is nothing but x നമ്മൾ എന്താക്കി കൺവേർട്ട് ചെയ്തു, 2π/t into t, ഒമേഗ. ഇതിനെ നമ്മൾ ഒമേഗ എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പം സ്പേഷ്യൽ ഡൊമൈനിൽ നിന്ന് സ്പേസ് ഡൊമൈനിൽ നമ്മൾ ടൈം ഡൊമൈനിലേക്ക് മാറി.
ഓക്കെ, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് രണ്ട് രൂപത്തിലും ഫോറിയർ ട്രാൻസ്ഫോം ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ രണ്ട് നൊട്ടേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, സോ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു a0/2 പ്ലസ് സിഗ്മ an കോസ്, ഇനി നമുക്ക് nx എന്നുള്ളതിന് പകരം ഞാൻ 2n/t ഇൻറ്റു ടി. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് നമുക്ക് ജനറൽ പീരീഡ് അത് ഇവിടെ നമുക്ക് താഴെ വരുന്നത് ഈ ക്വാണ്ടിറ്റി, ദിസ് ഇസ് ഇൻ ജനറൽ എനി ടൈം പീരീഡ്. ഓക്കെ, അത് ഏത് പീരീഡ് ആവാം, പൈ ആവാം, 2π ആവാം, 3π ആവാം. സോ വാട്ട് എവർ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ടൈം പീരീഡ് 2π കൊടുത്തു നോക്കാം. 2π കൊടുക്കുമ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയത് റീസ്റ്റോർ ചെയ്യുന്നുണ്ടോ നോക്കിയാൽ പോരെ. സോ ടിക്ക് 2π കൊടുക്കുമ്പോൾ എന്ത് വരും, this 2π will cancel with this 2π and we will get an cos nt. അപ്പം ടിക്ക് പകരം എക്സ് കൊടുത്താൽ നമുക്ക് നേരത്തെ കിട്ടിയ എക്സ്പ്രഷൻ തന്നെ കിട്ടി. സോ സിമിലർലി ഇവിടെയും നമുക്ക് കിട്ടും. സോ ദിസ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ ഫോറിയർ സീരീസ് representation for a general time period, a function with a general time period. ഓക്കെ, സോ ആ കേസിൽ നമുക്ക് ഫോറിയർ കോഎഫിഷ്യൻസ് എന്താ നോക്കണം. ഫോറിയർ കോഎഫിഷ്യൻസിൽ നേരത്തെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, ഫോറിയർ 2π പീരീഡിലായിരുന്ന സമയത്ത് a0 വാസ് 1/π ഇന്റഗ്രൽ മൈനസ് π to π ആയിരുന്നു ഇൻറ്റു f of t dt ആയിരുന്നു അല്ലേ. ഈ സമയത്ത് ഇപ്പൊ എന്താവും, പൈ നേരത്തെ അവിടെ 2π ആയിരുന്നു പീരീഡ് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എന്തായിരിക്കും വരിക, 2π പീരീഡുള്ള സമയത്ത് ഇവിടെ 1/π ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടി പീരീഡുള്ള സമയത്ത് ഇവിടെ എന്തായിരിക്കും വരിക, 2/t ആയിരിക്കും. കാരണം എന്താണ്, 2/2π ഒരു 2 മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഈ 2π എന്താണ്, ടി ആണ് അല്ലേ. അതേസമയം ഇവിടെയോ, ഇവിടെ -π എന്നുള്ള എന്താണ്, ദിസ് ഈസ് 2 മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പൊ എന്താണ്, ദിസ് ഈസ് ടി. സോ -t/2 to t/2 അതേ എക്സ്പ്രഷൻ ഇവിടെ തന്നിട്ടുള്ളൂ. a0 equal to 2/t integral -t/2 to t/2 f of t dt. Okay, similarly an equal to 2/t again minus integral -infinity to infinity, sorry, -t/2 to t/2 -t/2 to t/2 f of t cos 2n/t into dt. Okay, similarly bn equal to 2/t again -t/2 to t/2 f of t sin 2n/t to t dt. Okay, so let's work out some problems. Okay, so the first question is okay, the കുറച്ച് lengthy ആയിട്ടുള്ള ഒരു question ആണ്. So let me check the time. Okay, we have 15 more minutes, so we will do this. This ഒരു വളരെ lengthy ആയിട്ടുള്ള ഒരു question prepare ആയിട്ട് വന്നോളൂ, ഇത് കൂടെ കഴിഞ്ഞാൽ നമ്മൾ നിർത്തുകയാണ്. Okay, so we will start now and we will finish within 15 to 20 minutes. Okay, കുറച്ച് ലെങ്ത് ഫോറിയർ സീരീസിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു വരുമ്പോൾ വളരെ ലെങ്തി ആയിട്ട് തോന്നും, പക്ഷെ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇന്റഗ്രേഷൻ ആണ്, സിമ്പിൾ ഇന്റഗ്രേഷൻ ആണ്. സോ തെറ്റിച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ചിലപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ തെറ്റിച്ച് നമ്മൾ അവസാന സ്റ്റെപ്പിലായിരിക്കും അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക. സോ വളരെ സൂക്ഷിച്ച് മാത്രമേ ഇന്റഗ്രേഷൻ ചെയ്യാൻ പാടുള്ളൂ. ഇന്റഗ്രേഷൻ ചെയ്ത് തലവേദന വരുന്ന പല ആളുകളുണ്ട്, അതിനൊക്കെ കാരണം ഇത്തരം ശ്രദ്ധിക്കാതെ ഇന്റഗ്രേഷൻ ചെയ്യുന്നതാണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്, given that f of x is equal to x plus x square. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഫംഗ്ഷൻ എന്താണ്, x plus x square. പീരീഡ് എന്താണ്, -π to π. അപ്പം 2π ആണ് പീരീഡ്. ഓ, അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ 2π പീരീഡിനെയാണ്. പക്ഷേ ക്വസ്റ്റ്യൻ നോക്കൂ, കുറച്ചുകൂടെ ഇൻവോൾവ് ആണ് ഇത്തരം ഫംഗ്ഷൻ. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്, deduce π²/6 equal to 1/2² plus 1 plus 1/2² plus 1/3² plus 1/4² plus etc. In fact, this is a very important formula. Okay, this is very important formula. You will see this in quantum mechanics. Quantum mechanics നമ്മൾ ഏത് ചെയ്യുമ്പോൾ വരുന്നുണ്ട് ഈ ഫംഗ്ഷൻ. നിങ്ങൾ തെർമോഡൈനാമിക്സിൽ നിങ്ങൾ ഡിബൈ മോഡലൊക്കെ പഠിക്കുമ്പോൾ ഡിബൈ മോഡലിൽ നമ്മൾ ഇത് പഠിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ MSc ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഡിബൈ മോഡൽ നമ്മൾ π². സോ ദിസ് ഈസ് ആക്ച്വലി എ റീമാൻ സീറ്റ ഫംഗ്ഷൻ റിസൾട്ട് ആണ്. സോ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഓക്കെ, സോ ഈ റിസൾട്ട് നമുക്ക് ഫോറിയർ സീരീസ് ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഞാൻ ചെയ്യാൻ വന്നത്. വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക. സോ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ജോബ് എന്താണ്, a0യും anസും anഉം bnഉം കണ്ടുപിടിക്കാനാണ്. സോ ഫസ്റ്റ് നമുക്ക് a0 കണ്ടുപിടിക്കാം. വാട്ട് ഇസ് a0? a0 equal to 1/π integral -π to π. Again ഇവിടെ പീരീഡ് 2π ആണ്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 1/π 0 to π -π to π നിർക്കാം. then f of x dx അല്ലേ. ഇവിടെ നോക്കൂ, ഇവിടെ ഫംഗ്ഷൻ എന്താണ്, ഫംഗ്ഷൻ ഒരു പിന്നെ
piecewise function അല്ല, നേരത്തെ പറഞ്ഞ പോലെ piecewise function അല്ല, ഒറ്റ സ്ട്രെച്ചിലുള്ള ഒറ്റ ഫംഗ്ഷൻ ആണ്. So therefore we can simply integrate 1 by pi minus pi to pi x plus x square dx, right? So simple integration ആണ്. നമുക്ക് x square by 2 ഉണ്ട്, x cube by 3 ഉണ്ട് കിട്ടും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ, അല്ലെ? x നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x square by 2 കിട്ടും, x square ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x cube by 3 കിട്ടും, minus pi to pi ലിമിറ്റ്സ് കൊടുക്കുമ്പോൾ 20 കിട്ടും. So the final answer will be 2 pi square by 3. Okay, അതവിടെ നിൽക്കട്ടെ. So a0 equal to 2 pi square by 3. Now നമുക്ക് a നെ കണ്ടുപിടിക്കണം. So this will be കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. നിങ്ങൾക്ക് ഫംഗ്ഷൻസ് ചെയ്യാണ്, രണ്ട് ഫംഗ്ഷൻസ് അതിന്റെ കൂടെ cos and x ഉം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ നമ്മൾ ട്രിഗണോമെട്രിയിലെ ചില ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഏത് ട്രിഗണോമെട്രിയിലെ ഏത് ഫംഗ്ഷൻ ആണ് നമ്മൾ, ഏത് റിസൾട്ട് ആണ് നമ്മൾ യൂസ് ചെയ്തെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ഡു ദിസ് ഇന്റഗ്രൽ. ഓക്കെ, സോ a നെ കണ്ടുപിടിക്കാൻ -1 by pi integral minus pi to pi f of x cos nx dx, that is equal to integral minus pi to pi x plus x square, അല്ലെ? നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? x plus x square ആണ് cos nx dx. ഓഫ് കോഴ്സ് ഈ ഫംഗ്ഷൻ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, അല്ലെ? x into cos nx dx എന്ന് എഴുതാം, x square into cos nx dx എന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അത് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, അല്ലെ? x plus x square, ഇതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ആണ്. സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ cos nx ആണ്. ഓക്കെ, സോ cos nx നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin nx by nx എന്ന് കിട്ടും. ഓക്കെ, പിന്നെ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? x square plus x ആണ്, സോ 2x plus 1 എന്ന് കിട്ടും. ഇനി അഗെയിൻ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, പക്ഷെ ഞാൻ രണ്ടാമത് ഒരു സ്റ്റെപ്പും കൂടെ ഇവിടെ ഇന്റഗ്രൽ ഓഫ് ഇവിടെ എന്ത് വരും? sin nx by n എന്നുള്ള ഫംഗ്ഷൻ ഇവിടെ വരും. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത റിസൾട്ട് ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? നമുക്ക് അഗെയിൻ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എടുക്കേണ്ടി വരും. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ അതെടുത്തിട്ട്, അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ആ ഫംഗ്ഷൻ ആണ് ഇതാണ്. സോ അതിന്റെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് cos nx by n സ്ക്വയർ ആണ്, മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? 2x plus 1 ആണ്, അതാണ് 2 ആണ്. ഓക്കെ, ഇൻറ്റു ഡെറിവേറ്റീവ് ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇതാണ്, പക്ഷെ അതിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ എന്ത് ചെയ്യുമ്പോൾ sin nx by n cube. സോ ഒന്നുമില്ല, ജസ്റ്റ് എ സീരീസ് ഓഫ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. If you are expert in integration by parts, then you must appreciate this result. നമ്മൾ അധികം ഒരു വേർപ്പൊഴുക്കി നേടിയ റിസൾട്ട് ആണ്. ഓക്കെ, സോ x plus x square sin nx by n minus 2x. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? We have to apply the limits. ഫസ്റ്റ് ലിമിറ്റ് പൈ ആണ്. സോ പൈ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ ടേം അപ്ലൈ നമുക്ക് ഒഴിവാക്കാം. വൈ? ബിക്കോസ് sin nπ കൊടുത്താലും sin minus nπ കൊടുത്താലും എന്താണ്? റിസൾട്ട് 0 ആണ്, sin 0 ആണ്, അല്ലേ? sin 0 ആണ്, ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഈ ടേം നമുക്ക് അവിടെ ഒഴിവാക്കാം. പിന്നെ ബാക്കി എന്താണ്? മൈനസ് ഓഫ് ദിസ്, ഈ ടേം ആണ്, ഇത്രയും ടേം ആണ് നമുക്ക് പിന്നെ കൊടുക്കാനുള്ളത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ എക്സിന് പൈ കൊടുക്കാം. അപ്പം 2π plus 1 കിട്ടി, മൈനസ് cos nπ by n സ്ക്വയർ. ഓക്കെ, മൈനസ് അഗൈൻ ഈ ടേമോ, മൂന്നാമത്തെ ടേം നമുക്ക് കളയാം. ഭാഗ്യം, നോക്കൂ നമ്മുടെ കൂടെയാണ്. നോക്കൂ എന്താണ്? sin nx by n എന്നുള്ളത് എന്ത് ചെയ്തു? അത് നമുക്ക് കളയാൻ ഭാഗ്യം കിട്ടി. ഇനി അതേപോലെ നമുക്ക് മറ്റൊരു ഭാഗ്യം എന്താണ്? sin nx by n cube നമുക്ക് കളയാം, കാരണം അതും sin nπ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആണ്. സോ ഓൺലി ദ സെക്കൻഡ് ടേം സർവൈവ്സ്. ഓക്കെ, സോ സെക്കൻഡ് ടേം നമ്മൾ ചെയ്യുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് പൈ കൊടുക്കുമ്പോൾ 2π plus 1 cos nπ. ഇതൊക്കെ വളരെ എന്താ പറയാ, കൂളായിട്ട് ഇരുന്നിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, തിരക്കിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ പലതും തെറ്റിപ്പോകും. ഞാനിപ്പോൾ ഇത് ഇവിടെ സ്ക്രീനിൽ എഴുതി വെച്ചതുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻസോടെ സംസാരിക്കുന്നത്. പക്ഷേ ഞാനും ഈ സമയത്ത് നിങ്ങളെ പോലെ ഇപ്പോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആ പൈയിലെടുത്ത് ഞാൻ എക്സ് എഴുതിയിട്ടുണ്ടാവും, എക്സിലെടുത്ത് പൈ ആക്കിയിട്ടുണ്ടാവും, എല്ലാം കൂടെ അലമ്പാക്കിയിട്ടുണ്ടാവും. സോ ആരും ഇപ്പൊ തെറ്റിച്ച് കോൺഫിഡൻസ് പോകണ്ട, നിങ്ങൾക്ക് വളരെ കൂളായിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇപ്പോൾ ഫൊറിയർ സീരീസിൽ ഈ ഒരു പ്രശ്നം മാത്രമേ നമ്മൾ ഇൻവോൾവ് ആയിട്ടുള്ള ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് തെറ്റിക്കാതെ ഒരു റൊട്ടീനായിട്ട്, ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട്, അല്ലേ? നമ്മുടെ ലൈഫിൽ എപ്പോഴും ഡിസിപ്ലിൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു സന്ദർഭമാണ്. ഓക്കെ, നമ്മൾ എപ്പോഴും ഡിസിപ്ലിൻ ആയിട്ട് ചെയ്തു പോകാനുള്ള വളരെ നീറ്റ് ആയിട്ടുള്ള
റിസൾട്ട് കിട്ടും. ഇല്ലെങ്കിൽ നല്ല രസമായിരിക്കും, നമുക്ക് പേജിൽ കംപ്ലീറ്റ് മാത്തമാറ്റിക്സ് ആയിരിക്കും, നമുക്ക് നമ്മുടെ പേജസ് എല്ലാം നിറഞ്ഞും കിട്ടും. ആകെ സ്പേസ് ഫോർ റെഫർ 2-3 ഷീറ്റ് ഉണ്ടാവുള്ളൂ നെറ്റിന്. ഓക്കെ, അപ്പൊ അതെല്ലാം ഫിനിഷ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസോടെ എന്ത് ചെയ്യാം, പോരാം. ഓക്കെ, സോ ഇവിടെ cos n pi by n square minus ഇത് കിട്ടി. ഫൈനൽ ആൻസർ നമുക്ക് ഇതാണ് 4 into -1 whole raised to n by n square. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ റിസൾട്ടിൽ n ഉണ്ട് എന്നുള്ളതാണ്. സോ ബി എന്റെ റിസൾട്ടിനകത്ത് n ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓഡ് ഫംഗ്ഷനും ഓഡ് വാല്യൂസിനും ഈവൻ വാല്യൂസിനും ഡിഫറെന്റ് ഇതായിരിക്കും കിട്ടുക. അപ്പൊ നോക്കൂ, ഇവിടെ നമുക്ക് ഫസ്റ്റ് b1 കണ്ടുപിടിക്കാം. അല്ല സോറി, a1 എന്താണ്, n ന് 1 കൊടുക്കുമ്പോൾ -4/1 അല്ലെങ്കിൽ -4. a2 എന്ത് വരും, -4 into -1 whole square. -1 whole square എന്താണ്, 1 ആണ്. 4 square n 2 ആണ്. സോ 2 square എന്നാൽ 4 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1. and a3 is equal to 4 into -1, so -4/3. 3 square എന്നാണ് 9 ആണ്. സോ -4/9 വരും. അങ്ങനെ പോകും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇതിപ്പോ ഫസ്റ്റ് ഹാഫ് പകുതി എത്തിയിട്ടുള്ളൂ നമ്മൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പകുതി ചെയ്യാം. ഓക്കെ, ദ സെക്കൻഡ് ഹാഫ്. അപ്പോൾ സെക്കൻഡ് ഹാഫ് നമ്മൾ പന്തുമായി ഇറങ്ങുകയാണ്. സോ ഇവിടെ നോക്കൂ, ഫസ്റ്റ് x plus x square എന്നുള്ള സെയിം ഫംഗ്ഷൻ തന്നെയാണ്, പക്ഷെ ഇവിടെ ഫംഗ്ഷൻ cos nx ആണ്. ഓക്കെ, സോറി, sin nx ആണ്. സോ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ്, നമ്മുടെ ഫംഗ്ഷൻ sin nx ആണ്. സോ sin nx ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് -cos nx by n കിട്ടും. ഇതെന്ന് പറയുന്നത് 3 ഇന്റഗ്രൽസിന്റെ കോമ്പിനേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഞാനിത് ഓൾറെഡി ചെയ്തതുകൊണ്ട് ഇവിടെ സ്ക്രീനിൽ നല്ല മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, സ്വയം ചെയ്തിട്ട് ഈ രൂപത്തിലേക്ക് ആക്കുക. ഓക്കെ, സോ -2x + 1 - sin nx. കാരണം നമുക്ക് ഇന്റഗ്രൽസ് ഇങ്ങനെ പഠിപ്പിക്കാനല്ലല്ലോ നമ്മൾ ശരിക്കും ഇപ്പൊ നമുക്ക് ശ്രമിക്കണം. ഇന്റഗ്രൽസ് ഒക്കെ നമ്മൾ വളരെ തറവായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ അവസ്ഥയിൽ നമ്മൾ ഇന്റഗ്രേഷൻ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലെ പ്രതീക്ഷയില്ല. സോ ഇന്റഗ്രേഷൻ എല്ലാവരും നല്ല തറവാ. ചെറിയ +2 പിന്നെ ബുക്സ് ഒക്കെ എടുത്തിട്ട് NCERT ബുക്ക് എടുത്തിട്ട് അതിലുള്ള കുറച്ച് ഇന്റഗ്രൽസ് ഒക്കെ വാലിഡേറ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ അതെപ്പോഴും നിങ്ങൾ ലൈവായിട്ട് നിലനിർത്തുക, ആ ഒരു ഇന്റഗ്രൽസ് ഒക്കെ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ. ഓക്കെ, നൗ അത് നമുക്ക് ചെയ്താൽ ഫൈനലി നമുക്ക് ആൻസർ കിട്ടാം -2/n -1 whole raised to n ആണ്. ഓക്കെ, അപ്പം എന്തായിരുന്നു നമ്മുടെ ഫസ്റ്റ് an കിട്ടിയത്, an was 4 into -1 whole raised to n divided by n square ആയിരുന്നു. bn ഇപ്പൊ നമുക്ക് കിട്ടി -2/n into -1 whole raised to n. ഓക്കെ, ഇനി ഇതിന്റെ ഓരോ വാല്യൂസും കാണാം, അവസാനം നമ്മുടെ വാല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, x plus x square ഇതാണല്ലോ നമ്മുടെ ഫംഗ്ഷൻ അല്ലെ. ആ ഫംഗ്ഷൻ ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു, കാരണം ഈ ഫംഗ്ഷൻ ഫോറിയർ സീരീസ് ഡിറിച്ലെറ്റ് കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം, നമ്മൾ ഡിറിച്ലെറ്റ് കണ്ടീഷൻസ് എന്തെങ്കിലും വയലേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പ്രത്യേകം ചെക്ക് ചെയ്യണം. ഓക്കെ, പക്ഷേ നിങ്ങൾ ക്വസ്റ്റ്യൻ ഫോറിയർ സീരീസ് ഫൈൻഡ് ദ ഫോറിയർ സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങൾക്ക് ഡിറിച്ലെറ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത ഫംഗ്ഷൻ തരില്ല അല്ലെ. എന്ന് തരാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഫാൾസ് ആണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, now a function is equal to x plus x square is equal to pi cube by 3 plus 4 into minus cos x. ഫസ്റ്റ് എന്തായിരുന്നു, ഓക്കെ, ഫസ്റ്റ് ans ആയിരുന്നു അല്ലെ. അപ്പം ഫസ്റ്റ് a a1 വരിക, ഇവിടെ ഇത് a2 ആണ്, ഇത് a3 ആണ്. ഇതോ അടുത്ത ലൈനിൽ വരുന്നത് a3, this is b1, this is b2 and this is b3 and so on. ബാക്കിയുള്ള ഈ കോസിന്റെ n വാല്യൂ മാറും കേട്ടോ. cos nx എന്താവും, ഫസ്റ്റ് ടേമിൽ cos 1x ആവും, cos nx എന്നുള്ള സെക്കൻഡ് ടേമിൽ cos 2x ആവും. അതൊക്കെ ശ്രദ്ധിക്കണം. ആൻഡ് ഫൈനലി നമുക്ക് എന്താ ചെയ്യേണ്ടത്, പുട്ടിങ് x equal to pi. x equal to pi എന്ന് കൊടുത്താൽ തരും pi plus pi square. ഓക്കെ, സോ അതാണ് ഇവിടെ എഴുതിക്കുന്നത്. pi plus pi square is equal to റൈറ്റ് ഹാൻഡ് സൈഡിലും പൈ കൊടുക്കാം. റൈറ്റ് ഹാൻഡ് സൈഡിൽ പൈ കൊടുക്കുമ്പോൾ സംഭവിക്കാം, ഈ സൈൻ ഈ ടേം കംപ്ലീറ്റ് അങ്ങ് പോകും. ഓക്കെ, നമ്മൾ ഔട്ട് കംപ്ലീറ്റ്ലി എന്ന് പറയില്ലേ, അതുപോലെ കംപ്ലീറ്റ് അങ്ങ് പോകും. ഇനി ബാക്കി എന്താ ഉണ്ടാവുക, ബാക്കി മൈനസ് cos x plus 1/2 square cos 2x. അവിടെ പൈ ആവും. This is cos 2pi, this is cos pi and this is again cos 3pi. So അതിന്റെ ഓരോ വാല്യൂസ് നമുക്ക് ഇവിടെ ചെയ്താൽ മതി. ഓക്കെ, അപ്പം വളരെ സിമ്പിൾ ആണ്. cos pi എന്താണ്, cos pi -1 ആണ്. അപ്പൊ ഈ മൈനസും കൂടെ എന്താവും, പ്ലസ് ആവും. ഇവിടെ +1 ആയി. ഇവിടെ എന്താണ് cos 2x, cos 2pi എന്താണ്, cos 2pi +1 ആണ്. സോ 1/2 സ്ക്വയർ ആയി. ഇവിടെ മൈനസ് ഉണ്ട്, പക്ഷെ ഇവിടെ cos 3x ആണ്. cos 3pi എന്താണ്, again -1 ആണ്. സോ ആ മൈനസ് ക്യാൻസൽ ആയി, ഇവിടെ +3 1/3 സ്ക്വയർ ആയി. അങ്ങനെ പോകും. ആഹാ, ഈ സാധനം ഉണ്ടോ, ഈ ബ്രാക്കറ്റിന്റെ അകത്തുള്ള ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് വാട്ട് വി നീഡ്. നമ്മുടെ റിസൾട്ടിൽ വേണ്ട എന്താണ്, നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചത്, ആ ക്വാണ്ടിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. 1+. ഇനി സംഭവം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ ക്വാണ്ടിറ്റി കഴിച്ച് ബാക്കിയുള്ള സാധനങ്ങൾ എല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞാൽ pi² by 6 കിട്ടും എന്നുള്ളതാണ്.
Okay, so this is a very famous result. Riemann zeta function value this is actually zeta of 2 another. Okay, this bracket zeta of 2 Riemann zeta function statistical mechanics and statistical mechanics is a mathematical part. Okay, so the actually zeta of 2 ആണ്. So zeta of 2 pi square by 6 ആണ് നമുക്ക് വളരെ ഫേമസ് ആയിട്ട് റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് സാധാരണ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ ഡിവൈഡ് തിയറി ഒക്കെ പഠിക്കുമ്പോൾ അത് ഡയറക്റ്റ് അങ്ങ് പ്ലഗ് ഇൻ ചെയ്ത് കൊടുക്കുക ചെയ്യാം. പക്ഷെ അത് വരുന്നത് ഇവിടുന്നാണ്. ഓക്കെ, ഈ ഫോറിയർ സീരീസിൽ നമ്മൾ ഇത്രയും അധ്വാനിച്ചിട്ടാണ് ആ റിസൾട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതുപോലെ നമുക്ക് മറ്റുള്ള റിസൾട്ട്സും കണ്ടുപിടിക്കാം. ഫൈൻ. ഒരുപക്ഷെ ഞാൻ തന്നെ ആയിരിക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എടുക്കുന്നത്. അന്നേരം ഞാൻ ചോദിക്കും, ഓക്കെ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പം ശരിക്കും ശ്രദ്ധിച്ചോളാം. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള ടേംസിനെ നമുക്ക് എന്ത് ചെയ്യണം? പൈ സ്ക്വയർ ബൈ 6ലേക്ക് എത്തിക്കണം. അതിന് കുറച്ച് മാത്തമാറ്റിക്കൽ ജഗ്ലറി നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുക, അങ്ങോട്ട് എടുക്കുക, അപ്പുറത്തേക്ക് എടുക്കുക, വെട്ടുക, അതൊക്കെയാണ് നമ്മുടെ പരിപാടി. ഇനി നോക്കൂ, മൈനസ് പൈ പ്ലസ് പൈ സ്ക്വയർ ഈക്വൽ ടു പൈ സ്ക്വയർ ബൈ 3 പ്ലസ് 4 ഇൻറ്റു ദിസ് വൺ. സോ ഞാൻ എന്ത് ചെയ്യാണ്? ത്രൂ ഔട്ട് 4 കൊണ്ട് അല്ലെങ്കിൽ ലെറ്റ് മീ ഇവിടെ ഒരു പൈ സ്ക്വയർ ബൈ 3 ഉണ്ട്, ഇവിടെ ഒരു പൈ സ്ക്വയർ ഉണ്ട് അല്ലേ. സോ ഈ പൈ സ്ക്വയർ ബൈ 3 കൂടെ എടുത്താൽ എന്ത് സംഭവിക്കും? ബാക്കി ഉണ്ടാവുക 4 പൈ സ്ക്വയർ ബൈ 3 കൂടെ എടുക്കുമ്പോൾ നമുക്ക് 3 പൈ സ്ക്വയർ ബൈ 3 എഴുതാം. അതിന് നമുക്ക് ഒരു പൈ സ്ക്വയർ ബൈ 3 പോയാൽ എന്ത് വരും? ഓക്കെ, ലെറ്റ് മീ ചെക്ക് വാട്ട് ഐ ഡു ഹിയർ. 8 into, okay, maybe I have multiplied by 2. Throughout 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും. സോ 2 പൈ സ്ക്വയർ, ഇവിടെ 8 ആയി ഉണ്ടാവും, ഇവിടെ 2 minus 2 pi plus 2 pi square. Okay, yeah, I think I have multiplied by 2 first. Adim throughout 2 pi multiply avada endu varum? Minus 2 pi square, 2 pi square. Appo ivada 2 pi square by 3 minus 2 pi square. Okay, appo namukku endu cheyam? Ivada namukku 6 pi by 3 എഴുതാം അല്ലേ? 6 pi square by 3. ഇനി 6 pi square by 3 minus 2 pi square by 3 എന്നാണ് 4 pi square by 3 ആണ്. Is equal to എന്താണ്? 8 into ഇത്രയും വരും അല്ലേ? X equal to so where did this minus pi go? ഈ minus pi ഇവിടെ പോയി. Okay, let me check. X equal to pi കൊടുത്തപ്പോൾ നമുക്ക് pi square plus കിട്ടി. Then pi square by 6 equal to 1 plus pi square by 3 plus ഞാൻ എന്തോ മിസ്റ്റേക്ക് വരുത്തിണ്ട്. Otherwise we will get 4 pi square by 3 equal to 8 into 1 plus 1 by 2 square plus 1 by 3 square plus 1 by 4 square. And finally you will get if ഈ 8 പുറത്തേക്ക് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 1 by pi square by 6 is equal to 1 plus 1 by 2 square plus 1 by 3 square plus etc. This is equal to zeta of 2 and that's it. So this is the solution part. Okay, so now I think I can stop here. We will continue. We'll stop here. Maybe ബാക്കി ഭാഗം നമുക്ക് ഇത്രയും പറഞ്ഞ ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് നമുക്ക് ഗൂഗിൾ മീറ്റ് സെഷനിൽ വരാം. So we will start with Google Meet now. Okay, എന്തെങ്കിലും സംശയങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഇപ്പോൾ പ്രത്യേകിച്ച് കമന്റ്സ് ഒന്നും ഞാൻ കാണുന്നില്ല. ഓക്കെ, ഗൂഗിൾ മീറ്റിൽ വരൂ. ഗൂഗിൾ മീറ്റ് വരാനുള്ള ലിങ്ക് ഇവിടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കാണാം. Okay, then fine. We'll stop here. Thank you.